ചട്ടങ്ങളെ പഠിക്കുവാനായിട്ട് ആമൻ ഇടയായി. और उसी भजन संगीता में हम ये भी पढ़ सकते हैं कि मेरे ऊपर जो कष्ट आई वो अच्छी बात कि उस समय में परमेश्वर के बारे में और परमेश्वर के नियमों को सीख पाया हूँ. കഷ്ടങ്ങളും പരിശോധനകളും പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ സ്തോത്രം, അത് ഒരു ദൈവത്തെ ആത്മീയ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതായ അനുഭവങ്ങളാണ്, ഒരു പ്രോസസ്സാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. परमेश्वर के बच्चे होने के नाते हमें यह समझना चाहिए कि जब कभी भी हमारे जीवन में विपरीत हालातें उठकर आती है तब हमें यह समझना है कि वो हमारी आत्मिक सुंदरता को बढ़ाने के लिए एक हल्की सी प्रोसेस है. പ്രൈസ് ദി ലോർഡ്. ഹരി. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ആമേൻ യാക്കോബ് തന്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. इसलिए याकूब अपनी पत्रिका के पहले अध्याय में लिखता है कि जो परीक्षा सह सकता है वो मनुष्य भाग्यशाली है. അപ്പോസ്തലനായ പത്രോസ് തന്നെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. और पत्रुस भी इसलिए कहता है कि हमारी विश्वास शिक्षा है वो बहुत ही बड़ी है और अमूल्य है. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളെ കണ്ട് അവൻ ഇന്ന് രാത്രിയിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവകൃപയിൽ ആശ്രയിക്കുകയും കർത്താവിന്റെ അടുത്തേക്ക് ഇന്ന് രാത്രി ഒന്നുകൂടി അടുക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. इसलिए आज शाम के समय हमें हमारी चारों ओर देखने वाली तकलीफों को देखकर डरना नहीं है, गिड़गिड़ाना नहीं है, बल्कि हमें परमेश्वर की ओर नजीक दौड़ना है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർട്ടിൻ ലൂതർ ഇപ്രകാരമാണ് തന്റെ സാക്ഷ്യത്തിൽ ഇപ്രകാരമാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. मार्टिन लूथर साहब ने अपनी गवाही में इस प्रकार कहा था, എനിക്ക് ഏറ്റവും അധികം തിരക്കുള്ളതായ ദിവസം ഏതാണോ ആ ദിവസം ഞാൻ കൂടുതലായി കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കാറുണ്ട്. मेरे दिनों में से सबसे व्यस्त दिन जो भी निकल कर आती है उस दिनों में मैं सबसे अधिकतम तौर पर प्रार्थना में अपना वक्त गुजारने की कोशिश करता हूं. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ ഒന്ന് പണിതെടുക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. इसलिए इन दिनों में हमारा परमेश्वर के साथ हम यह प्रार्थना करें कि मेरी प्रार्थना वाली जीवन को तू जरा बढ़ोतरी दे. പ്രശ്നങ്ങളും പ്രതികൂലം നിറഞ്ഞതായ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയും വിചാരിച്ച് വ്യാകുലപ്പെട്ട് ജീവിതത്തെ പാഴാക്കി കളയുവാൻ അവസരം എടുക്കാതെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്ന് കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ തക്കമുള്ളതായ ആമേൻ മനോഹരമായ ഭാഗ്യകരമായ അനുഭവങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. और तकलीफ और विपरीत हालातों को देखते हुए उस पर नजर रखते हुए अब क्या होने वाली है, इस प्रकार व्याकुल मन के साथ बैठे बिना आए हम परमेश्वर की चरणों की ओर अपने घुटने को ठेके और हम आशा रखें कि परमेश्वर की ओर से हम अधिक आशीष प्राप्त करें. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവമക്കൾ പ്രത്യേകിച്ച് വിശേഷാൽ പ്രാർത്ഥിക്കണം. എന്നോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ വലിയദാസന്റെ മകൻ കെസ്വിൻ ഹല്ലേലൂയ ഇന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വതം ഈ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് കർത്താവിന്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര സമയം വരെയും വളരെ മനോഹരമായി താൻ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കണം കർത്താവ് कृपा നൽകി നിങ്ങളുടെ പ്രാർത്ഥന പിന്നെയും അപേക്ഷിക്കുന്നു. आप सभी की प्रार्थना की अनुरोध भी रखता हूं क्योंकि आज शाम के समय जिस समय मैं अनुवाद कर रहा हूं आप मुझे भी प्रार्थना में याद रखिएगा. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ വചനത്തോട് അടുത്ത് വരാം. പ്രൈസ് ദി ലോർഡ്. आइए हम परमेश्वर की वचन की ओर लौट आए. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് ഈ മീറ്റിംഗിലേക്ക് കർത്താവ് ക്ഷണിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചതായ വേദഭാഗം യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നായിരുന്നു. पिछले कुछ दिनों में वचन की मनन करते समय और परमेश्वर की दास की ओर से आमंत्रण आने के बाद परमेश्वर की आत्मा ने मुझे याकूब की पत्रिका की ओर लेकर गई. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരുന്നതായ വേദഭാഗമാണ് യാക്കോബിന്റെ ലേഖനം. അതിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 16, 17, 18 വാക്യം. याकूब की पत्रिका उसकी 5वीं अध्याय उसकी 16वीं, 17वीं और 18वीं कलम हम सब उस कलमों से काफी सुपरिचित है. ധാരാളം പ്രസംഗം ഈ ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടതുള്ളത് കൊണ്ട് പുതിയതൊന്ന് ഞാൻ ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താണ് ദൈവജനത്തോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ് ദൈവമക്കളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. कई एक संतों के द्वारा हमने कई एक संदेश सुनी होगी, ये नहीं चाहता हूं कि मैं भी उन्हें दोहराऊं, लेकिन परमेश्वर की आत्मा जो भी बातचीत आज आप लोगों के बीच में करना चाहती है वो संपूर्ण होए, यही मेरी आशा है और उम्मीद और प्रार्थना है. പ്രൈസ് ലോർഡ്. ഞാൻ മലയാളത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിൽ എനിക്ക് വായിക്കുവാനായിട്ട് അറിയത്തില്ല. മലയാളം വായിക്കുവാനായിട്ട് ഇതുവരെയും പഠിക്കുവാൻ ശ്രമിച്ചിട്ടില്ല, തുടർന്ന് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഹിന്ദിയിൽ മാത്രം വാക്യങ്ങൾ മലയാളത്തിൽ വാക്യം വായിച്ചു തരാനായിട്ട് എൻ്റെ പ്രിയ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്.
സ്തോത്രം കർത്താവിന്റെ ദാസി ഷെർലി എനിക്ക് വേണ്ടി വായിച്ച് എന്നെ സഹായിക്കുന്ന ആയിരിക്കും. പ്രൈസ് ലോർഡ്. ഈ ദീർഘവർഷങ്ങൾ ആമേൻ സ്തോത്രം 28 വർഷം ആമേൻ ഈ മരുഭൂമിയിൽ എന്നെ വായിച്ച് സഹായിച്ചത് കർത്താവിന്റെ ദാസി തന്നെയാണ്. ആമേൻ എനിക്ക് സന്തോഷമുണ്ട് കർത്താവിന്റെ ദാസിയും എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ ചേർന്നതിൽ. चाहे मैं मलयालम में प्रचार कर लेता हूं, परंतु मुझे मलयालम पढ़ना और लिखना नहीं आता है. इसके लिए आज मेरी बीवी भी हमारे साथ इस मीटिंग में मौजूद है. पिछले 28 सालों से इस दुबई के शहर में वो मेरे साथ रहती है और आज शाम के समय में भी वही मुझे मलयालम में जो भी वचन है वो पढ़कर सुनाएगी. പ്രൈസ് ലോർഡ്. നമുക്ക് വായിക്കാം യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ലോർഡ്. സത്യം വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ് ഈ വാക്യം വായിച്ചത്. വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ് പ്രായോഗികമായ നിലകളിൽ. काफी कठिन चीजों को इस वचन में लिखा गया है, खास तौर पर प्रायोगिक जीवन में उसको लागू करने में काफी तकलीफ है. मैं पढ़ना चाहूंगा याकूब की पत्री 5वीं अध्याय उसकी 16वीं कलम. इसलिए तुम आपस में एक दूसरे के सामने अपने अपने पापों को मान लो और एक दूसरे के लिए प्रार्थना करो जिससे टले हो जाओ. धर्मजन की प्रार्थना के पाप से कुछ हो सकता है. എന്നാൽ നാം ഈ ബുദ്ധിമുട്ടുള്ളതായ കാര്യം തമ്മിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ അമേൻ സ്വതം അന്യോന്യം പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാണെങ്കിൽ വലിയ വിടുതലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നത്. लेकिन चाहे भी ये क्यों ना कोई एक कठिन काम हो, लेकिन एक बार जब हम अपने आप के पापों को आपस में मान ले और प्रार्थना करें, काफी प्रभावशाली चीजें हमारे जीवन में हो सकती है. ഒരു വിടുതലും ഒരു അനുഗ്രഹവും ഒരു ആത്മീയ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനപ്രകാരം നാം കർത്താവിന്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. अगर आप आपके जीवन में एक आत्मिक छुटकारा, आत्मिक आनंद चाहते हो तो आपको परमेश्वर की उपस्थिति में आने के लिए इन चीजों का लागू करना जरूरी है. എത്ര നീണ്ട പ്രാർത്ഥനകളാണ്, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു, എത്ര നീട്ടി പ്രാർത്ഥിച്ചു, എത്ര അവൻ പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിച്ചു, എത്ര വാക്ക് വൈഭവത്തോടു കൂടി പ്രാർത്ഥിച്ചു, ഇതൊന്നും അവൻ ദൈവം നോക്കുന്നത് വിഷയമല്ല. परमेश्वर हमारी प्रार्थना की लंबाई और चौड़ाई को नहीं नापता है कि तूने कितना पल प्रार्थना की और कितनी लंबी प्रार्थना की. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉള്ളതായ ആമേൻ അല്ല ആ നുറുക്കം മനസ്സിലാക്കിയാണ് കർത്താവ് നമ്മോട് ഇടപെടുന്നത്. लेकिन परमेश्वर हमारे साथ किस प्रकार बातचीत करता है, वो हमारी मनों को और दिलों को परखता है और परखता है कि हम किस प्रकार अंदर से टूटे हुए हैं. പ്രൈസ് ദി ലോർഡ്. ഹന്ന ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെന്നതായ ഒരു രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. जब हम बाइबल पढ़ते हम देख सकते हैं कि हन्ना गई परमेश्वर की उपस्थिति में प्रार्थना करने के लिए. അവൾ ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കരയാൻ തുടങ്ങി. അവൾ ഏറ്റവും അധികം കരഞ്ഞു എന്നാണ് തിരുവചനം പറയുന്നത്. और वचन कहता है कि परमेश्वर की मंदिर में प्रवेश करने के पूर्व ही वो रोने लग गई और सबसे ज्यादा रोती रही. അവളുടെ ഭർത്താവ് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അവൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. हन्ना की पति ने कई लगातार कोशिशें की ताकि उसको सांत्वना मिल सके. ഒടുവിൽ അവൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വാക്കുകൾ വെളിയിൽ വരുന്നില്ല. उसके पश्चात वो मंदिर में गई और प्रार्थना ताने लग गई, परंतु उसके होठों पर शब्द नहीं आ रहे थे. അവിടെ വാക്കുകളെ ചോക്ക് ചെയ്യുന്നതായ നിലകളിലുള്ളതായ വികാരം അവിടെ ഉള്ളിൽ, ഇമോഷൻ അവിടെ ഉള്ളിൽ ആഴമായിട്ടുണ്ടായിരുന്നു. വേദന ഉള്ളിൽ ആഴമായിട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. और हन्ना की मन और दिल इस प्रकार टूट चुकी थी कि वो कुछ बोल नहीं पा रही थी प्रार्थना में. എന്നാൽ ഒരു കാര്യമുണ്ട്, സ്വതം അവിടെ ഹൃദയത്തിൽ നിന്ന് ഒരു അമലിയ തീവ്രമായ പ്രാർത്ഥന അമലിയ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. परंतु उसके दिल की अंदरूनी ओर से बहुत ही सामर्थ्य भरा हुआ एक प्रार्थना निकल रहा था. ആ വാക്കുകൾ ഒരു മനുഷ്യനും കേൾക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഉയരത്തിൽ ഇരിക്കുന്ന കർത്താവ്, സ്തോത്രം സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന കർത്താവ് അത് തന്റെ കാതുകളിൽ പ്രവേശിക്കുവാൻ ഇടയായി. श्रोता होने के समान कई एक लोग उसे सुन नहीं पाएंगे, लेकिन स्वर्ग में मौजूद परमेश्वर है, उसके कान में वो प्रार्थना गूंजने लगी. അന്നടെ അധരങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു, എന്നാൽ വാക്കുകൾ പുറത്തേക്ക് ശബ്ദം ആർക്കും കേൾക്കുവാൻ കഴിയുന്നില്ല. हन्ना की मन गिड़गिड़ाकर प्रार्थना कर रही थी, लेकिन बाहर बैठा वो कोई भी उसे सुन नहीं पा रहा था. അടുത്തിരിക്കുന്ന ഏലി പുരോഹിതൻ അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. और पास मौजूद याचक भी उसे सुन नहीं पा रहा था. എന്നാൽ ആരാ കേൾക്കേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തി അത് കേട്ടു. लेकिन जिस व्यक्ति को सुनना चाहिए था वो व्यक्ति वो सुन रहा था. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കേണ്ടവൻ കേട്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വിടുതലായി വ്യാപരിക്കും. ഇന്ന് രാത്രി തന്നെ വ്യാപരിക്കും എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ദൈവജനത്തോട് ആലോചന അറിയിക്കുകയാണ്. इसलिए पवित्र आत्मा आज मुझे सुनने वाले प्रिय भाइयों और बहनों आपको कहना चाहता है कि आपकी प्रार्थना अगर वास्तविक तौर पर जिसे सुनना चाहिए वो सुन रहा है, तो उसका प्रभाव आपके जीवन में निश्चित तौर पर दिखाई देगा. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വാക്കുകളോ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന നിങ്ങളുടെ കൂട്ടുവിശ്വാസി ചിലപ്പോൾ അറിയത്തില്ല
അറിയത്തില്ലായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ഭവനത്തിലുള്ളതായ പ്രിയപ്പെട്ടവർ അറിയത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി സമയത്ത് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവ്, നമ്മുടെ വിചാരങ്ങളെ ദൂരത്തുനിന്ന് അറിയുന്ന കർത്താവ് ഈ രാത്രിയിൽ ഹല്ലേലൂയ തന്റെ ജനത്തോട് ഇടപെടുവാൻ വിശ്വസനാണ്. और हो सकता है कि हमारे परिवार में लोग हमारे बारे में नहीं जानते हो, हमारे कलीसिया में लोग हमारे बारे में नहीं जानते हो, लेकिन परमेश्वर आपकी मन और आपके दिलों को तोलने के लिए तैयार है और वो हमारी प्रार्थना है. Praise the Lord. അതുകൊണ്ട് ഈ രാത്രി സമയത്ത് വളരെ ധൈര്യത്തോടു കൂടി കൃപാസനത്തോട് അടുത്ത് വരാം. इसलिए आज हम कई हियाव के साथ और धीरज के साथ उसकी उपस्थिति में आए. ആമേൻ. 16-ാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇപ്രകാരമാണ് പറയുന്നത്: നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കും. और 16वीं वचन की दूसरी भाग में इस प्रकार कहा है कि धर्मी जन के प्रार्थना में काफी अधिक प्रभाव है. Praise the Lord. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. धर्मी जन की प्रार्थना. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, भजन संगीता लिखने वाला कहता ഞാൻ है, എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. अगर मैंने मेरे दिल के अंदर पाप ले घूम रहा हूं तो परमेश्वर मेरी प्रार्थना नहीं सुनेगा. Praise the Lord. ഇന്ന് രാത്രി സമയത്ത് അതുകൊണ്ട് കഴുകൽ ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധീകരണം ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രി നിങ്ങൾ ആയിരിക്കുന്നതായ ആമേൻ റൂമിൽ ആമേൻ ഇടങ്ങളിൽ കർത്താവിനോട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് രക്തത്താൽ ശുദ്ധീകരണം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നേരിടുന്നതായ ക്ലേശങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിപ്പാൻ അവൻ ശക്തനാണ്. और इसीलिए आज हम कोई भी हालात में क्यों ना मौजूद हो, अगर हम तैयार हो घुटने टेक कर प्रार्थना करने के लिए, हे परमेश्वर तू मुझे पवित्र कर, तू मुझे शुद्ध कर, इस प्रकार प्रार्थना करेंगे, हमारी इर्द गिर्द मौजूद हर हालातों में परिवर्तन लाने हमारा परमेश्वर सामर्थ्यवान है. വചനം സത്യമാണ്. വചനത്തിന്റെ അകത്ത് അല്പം പോലും മാറ്റം വരികയില്ല. क्योंकि वचन सच है और ये वचन कभी बदलने वाला नहीं है. വചനം സ്വർഗ്ഗത്തിലെ പോലെ എന്നേക്കും ദൈവത്തിന്റെ വചനം സ്ഥിരമായിരിക്കുന്നു. और क्योंकि वचन जो है वो स्वर्ग के समान अनंत काल तक वो अटल रहेगा. വാഗ്ദത്തങ്ങൾ സ്ഥിരമാണ്. ഉവ്വ തന്നെയാണ്. സ്തോത്രം. അതിനകത്ത് മാറ്റം വരികയില്ല. और परमेश्वर की जो भी वादाएं और वाचाएं वो भी हाँ हाँ है और उसमें कोई बदलावट नहीं है. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സമയത്ത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കും. और ऐसा है तो आज वचन हमें यह सिखाता है कि धर्मी जन की प्रार्थना में काफी प्रभाव है. Praise the Lord. Hallelujah. The prayer of a righteous man is powerful and effective ആണ് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ കാണുന്നത്. നീതിമാന്റെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ ശക്തിയേറിയതുമാണ്, അത് ഇഫക്റ്റീവുമാണ്. സ്തോത്രം. और अंग्रेजी बाइबल में इस प्रकार लिखा गया कि धर्मी जन की प्रार्थना में सामर्थ्य है और प्रभावशाली भी है. Praise the Lord. ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ട്. और इसलिए परमेश्वर के जो लोग जब प्रार्थना करते उसमें सामर्थ्य है. Praise the Lord. Hallelujah. സ്വർഗ്ഗം ചായച്ച് ദൈവത്തെ ഇറക്കി വരുത്തുവാൻ തക്കമുള്ളതായ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ പവർ ഉള്ളതാണ്. ദാവീദിന്റെ പ്രാർത്ഥന വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ और जब हम കഴിയും. वचन पढ़ते हैं तो हम सीख सकते हैं कि दाऊद की प्रार्थना में इतनी सामर्थ्य की कि वो स्वर्ग को पृथ्वी की ओर खींच सकता था. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇന്ന് രാത്രി സമയത്ത് ധൈര്യത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. और इसलिए आज रात के समय परमेश्वर हमको हियाव के साथ प्रार्थना करने के लिए बलवंत करे. ഈ ലേഖനം എഴുതുന്നതായ യാക്കോബ് ഒരു പ്രാർത്ഥന വീരനായിരുന്നു. और ये पत्रिका लिखने वाला याकूब भी एक प्रार्थना वीर था. താൻ ഒരു അനുഭവസ്ഥനായിരുന്നു. और वो अनुभव के द्वारा प्रार्थना करता था. യേശു കർത്താവ് പഠിപ്പിച്ചതായ ആമേൻ വചനങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് സ്തോത്രം ഹല്ലേലൂയ ചെറിയ നഗറ്റ്സ് ആയിട്ട് തന്നെ ഈ ലേഖനത്തിൽ तान प्रकाशिपिക്കുന്നത്. और इस पत्रिका जब हम अच्छी तरीके से पढ़ते हैं हम समझ सकते हैं कि यीशु मसीह ने जो कोई भी वचन याकूब और अपने चेलों को सिखाए वो सबको छोटे छोटे भागों में यहाँ पर याकूब ने लिखा है. Praise the Lord. യാക്കോബിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. യാക്കോബ് ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. മണിക്കൂറുകൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവൻ ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായിരുന്നു യാക്കോബ്. और याकूब के बारे में इस प्रकार कहते हैं कि याकूब एक प्रार्थना वीर मनुष्य था. वो काफी घंटों तक परमेश्वर की मंदिर किया और जाकर लोगों की उद्धार के लिए प्रार्थना करता था. ഈ യാക്കോബ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരനായിരുന്നു. സ്തോത്രം. ഹാഫ് ബ്രദർ ആയിരുന്നു. और ये याकूब जो है वो हमारे यीशु मसीह का चचेरा भाई था. ഒരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവനായിരുന്നു. और एक समय में वो यीशु मसीह को मानने वालों में से नहीं था. എന്നാൽ ഏതോ ഒരു സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മശിയഹ എന്ന് കണ്ട് തന്റെ ബോൺ സെർവന്റ് ആണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച യാക്കോബ്. परंतु एक समय आ गई याकूब ने यीशु मसीह को मान लिया और यीशु मसीह का चेला बन गया और पीछा करने लग गया और अपने आप को समर्पित किया. Praise the Lord. ഹല്ലേലൂയ. മണിക്കൂറുകൾ ദേവാലയത്തിലേക്ക് കടന്നു നിന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായ യാക്കോബിന്റെ മുട്ടുകൾ ആമേനല്ലേ ഒട്ടകത്തിന്റെ മുട്ടുകൾ എത്രമാത്രം തഴമ്പിച്ചിരിക്കുന്നുണ്ടോ ആ നിലയിൽ തഴമ്പുണ്ടായിരുന്ന മുട്ടുകൾ
और काफी लंबे समय तक प्रार्थना करने के बावजूद इस प्रकार कहते हैं कि याकूब का जो घुटने जो है वो ऊंट के घुटने के समान थी. Praise the Lord, hallelujah. James was known as a person with camel knees, hallelujah. ഒട്ടകത്തിന്റെ മുട്ട് പോലെ തഴമ്പിച്ചിരിക്കുന്ന മുട്ടുകൾ. അത്രമാത്രം സമയങ്ങളാണ് ദൈവസന്നിധിയിൽ ദൈവജനത്തിന് വേണ്ടി അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മശിഹയെ കാണണം, അതായിരുന്നു തന്റെ ഉദ്ദേശം. और उसका उद्देश्य यह था कि मुझे मसीहा से मुलाकात करनी है, और इस वजह से वो काफी समय अपने घुटनों में परमेश्वर की उपस्थिति में बिताता था. इस वजह से कहते हैं कि उसके घुटने ऊंट के घुटने के समान थी. ഏറ്റവും ആദ്യമേ എഴുതിയിരിക്കുന്ന ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. AD 45 ആണ് ഈ ലേഖനം എഴുതിയത് എന്ന് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. सन AD 45 में इस पत्रिका को लिखा गया था. इस प्रकार चरित्र और इतिहास लिखने वाले कहते हैं. तो उसका मतलब यह हुआ कि सबसे पहले रचा गया या फिर लिखा गया वो पत्रिका याकूब की पत्रिका है. അങ്ങനെ ഏകദേശം AD 61 62 എന്നീ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം മത ഭ്രാന്തരാവലിയ യാക്കോബിനെ ദേവാലയത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി സ്തോത്രം ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് തള്ളി താഴെയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. और तकरीबन AD 61 और 62 के समय पर याकूब प्रार्थना कर रहा था. वहां पर लोग आए, पीड़ा देने वाले लोग आए, याकूब को मंदिर के ऊपर लेकर गए और वहां से धकेल दिया और नीचे फेंक कर उसकी हत्या हुई. Praise the Lord. താഴെ വീണതായ യാക്കോബ് ഹല്ലേലൂയ സ്തോത്രം അവിടെയും മുട്ടിന്മേൽ നിന്നു. और उस ऊंचाई से गिरने के बावजूद भी याकूब फिर अपने घुटने पर उठ गया. താൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ സ്തോത്രം ഇവരെ ക്ഷമിക്കണമേ. और उसने ये प्रार्थना की कि हे परमेश्वर तू उन्हें माफ कर दे. കുറ്റം ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നവരെ കർത്താവേ യഹോവേ ക്ഷമിക്കണമേ എന്ന് താൻ പ്രാർത്ഥിച്ചു. उसने ये प्रार्थना की हे परमेश्वर मुझे जो पीड़ा पहुंचा रहे उनको तू माफ कर. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലക്കുകാരൻ തന്റെ തടിയുമായി കടന്നു വന്ന് യാക്കോബിന്റെ തലയിൽ അടിച്ച് ഹല്ലേലൂയ സ്തോത്രം തന്നെ അവിടെ കൊല്ലുവാനായിട്ട് ഇടയായി. അങ്ങനെ യാക്കോബ് രക്തസാക്ഷിയായി. और उसी समय पर वहां से एक धोबी चल रहा, अपनी लकड़ी उठाई और याकूब के सर पर ठोक दिया, और उसी क्षण पर याकूब हमारे यीशु मसीह के लिए शहीद हुआ. സ്തെഫാനോസ് ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിച്ചതുപോലെ യാക്കോബും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തന്റെ പ്രാണനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. और स्तेफानोस की समानी याकूब भी अपने जो भी पीड़ा पहुंचाने वाले लोगों को क्षमा देने की പ്രാർത്ഥന किया. ഈ രാത്രി സമയത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. എന്ത് ഓർത്തുകൊണ്ടാണ് വിഷമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത്? ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ ക്ലേശിപ്പിക്കുന്നുണ്ടോ? ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എങ്കിലും പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുന്ന അരിഷ്ടമായ അനുഭവങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സമയത്ത് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുകയാണ്. इसलिए आज शाम के समय में जो कोई भी प्रार्थना में समय नहीं बिता पा रहा है, जो कोई भी प्रार्थना में समय बिताने के लिए तकलीफ महसूस कर रहा हो, उनके लिए पवित्र आत्मा यह संदेश देना चाहता है कि पवित्र आत्मा कि आप वापस लौट कर आए. അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ വണ്ണം ഈ ദിവസങ്ങൾ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാണെങ്കിൽ ഗാന്ധിധാമിലും കർത്താവ് ഹല്ലേലൂയ സ്വന്തം ഒരു ഉണർവിനെ അയക്കുവാൻ തക്കവണ്ണം കർത്താവ് ശക്തനാണ്. क्योंकि अगर आप आपस में एक दूसरे की बुराई करने के बिना अगर आप प्रार्थना में समय निकालने के लिए आप तैयार हो, तो गांधीधाम के देश में भी परमेश्वर एक जागृति और बेदारी लाने के लिए तैयार है. മരിക്കുവാനുള്ളവർ മരണം വഴിയായി അവർ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ജീവനോടിരുന്ന കർത്താവിന്റെ വചനം അറിയിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണെന്ന് ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പാഴാക്കി കളഞ്ഞതായ അവസരങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. कई एक लोगों ने मृत्यु का मार्ग को चुन लिया, परंतु हमने अनंत जीवन का मार्ग चुना. इसके लिए पवित्र आत्मा ये याद दिलाना चाहती है कि आज हम उसकी उपस्थिति में लौट कर आए और हम समय बिताए. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ और आने वाले दिनों में और इस समय हम परमेश्वर की उपस्थिति में हमारे जीवन को समर्पित करें. യാക്കോബ് ഒരു ഭയങ്കരനായ ഏലിയാവ് ഒരു ഭയങ്കര മനുഷ്യനായിരുന്നെന്ന് അല്ല യാക്കോബ് പറയുന്നത്. और याकूब अपने वचन में ये कहता कि एलिया एक भयंकर मनुष्य था. മനുഷ്യൻ नहीं था. ഏലിയാവ് ഒരു സൂപ്പർമാൻ അല്ലായിരുന്നു. और वो कहता है कि एलिया में कोई अजनबी या फिर भयंकर बात नहीं थी. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ലൈക്ക് പാഷൻസ്. और एलिया हमारे समानी दुख भुख का आदमी था, दुख सुख का आदमी था. Praise the Lord. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളെ പോലെ എന്നെ പോലെ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ. आपकी और मेरी तरह समान एक मनुष्य था एलिया भी. Praise the Lord. Hallelujah. ഈ രാത്രി സമയത്ത് ഹല്ലേലൂയ ഏലിയാവിന്റെ ജീവിതത്തിൽ കൂടി ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി സമയത്ത് ശ്രദ്ധിക്കാം. और इसलिए आज शाम के समय हम एलिया नबी के जीवन से भी कुछ बातों को सीखे और समझे. ഏലിയാവിന്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു. एलिया के अंदर एक जुनून था. ഏലിയാവിന്റെ ഉള്ളിൽ ഒരു തീഷ്ണത ഉണ്ടായിരുന്നു.
एलिया के अंदर एक उत्कटता थी। യഹോവ സാക്ഷാൽ ദൈവം എന്ന് ആമേനല്ലേ ഉള്ള തിരിച്ചറിവ് മാത്രമല്ല, ആമേനല്ലേ ജനം ഈ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതായ ആഗ്രഹം തന്റെ ഉള്ളിൽ തീവ്രമായിട്ടുണ്ടായിരുന്നു. वो ये बात को काफी उत्साह के साथ जानता था कि यहोवा है और मेरे देश के लोगों को यहोवा की आराधना करना जरूरी है। ഞാൻ ഒറ്റയ്ക്ക് ആരാധിച്ച് എന്റെ വേല തികക്കണമെന്നല്ല, ആമേനല്ലേ ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തെ ആരാധിക്കണം, ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയണം, ഈ ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളതായ ആമേനല്ലേ ഒരു വെമ്പൽ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. और उसकी जीवन की आशा यह थी, अभिलाषा यह थी कि केवल मैं ही नहीं बल्कि इस इस्राएल देश के सारे लोगों को पहचानना है कि जीवित प्रभु कौन है, जीवित परमेश्वर कौन है और उसकी आराधना करना है। Praise the Lord. ഇവിടെ യാക്കോബിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായ ആ മർമ്മം ഇന്ന് രാത്രി സമയത്ത് ദൈവം മക്കൾ വായിക്കണം. और याकूब को जो परमेश्वर ने जो दर्शन दिया वो मैं आज आपके सामने बांटना चाहता हूं। 17ാമത്തെ വാക്യം ഞാൻ ആവർത്തിച്ച് വായിപ്പിക്കാം. और 17वीं कलम को जरा हम पढ़े, 5वीं अध्याय उसकी 17वीं कलम। ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മതി. पहले भाग में इस प्रकार लिखा है कि एलिया भी तो हमारे समान दुख सुख भोगी मनुष्य था और उसने गिड़गिड़ाकर प्रार्थना की। Praise the Lord. Hallelujah. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. एलिया एक प्रार्थना करने वाला मनुष्य, ഒരു പ്രാർത്ഥന, एक खास तौर पर एक खूबी रखने वाली एक प्रार्थना। എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മഴയ്ക്ക് വേണ്ടിയാണ്. सभी लोग वर्षा होने के लिए प्रार्थना करते हैं, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രശ്നം മാറാനായിട്ടാണ്. सभी लोग प्रार्थना करते हैं तकलीफें जाने के लिए। Praise the Lord. എന്നാൽ ഈ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് വ്യത്യസ്തമായ പ്രാർത്ഥനയായിരുന്നു. परंतु एलिया यहाँ पर काफी अलग तरीके का प्रार्थना पेश करता है। ഏലിയാവിന്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. एलिया की प्रार्थना दूसरों से काफी अलग है ഏലിയാവിന്റെ ആശയം വേറെയായിരുന്നു. और एलिया की सोच लोग औरों से अलग थी। ഏലിയാവിന്റെ ആഗ്രഹം വേറെയായിരുന്നു. एलिया की इच्छा औरों से अलग थी। Praise the Lord. തിന്നു കുടിച്ച് ജീവിച്ച് ആമേനല്ലേ സുഖമായി ജീവിക്കണം എന്നുള്ള താല്പര്യമുള്ളവനല്ലായിരുന്നു ഏലിയാവ്. और अच्छे तरीके से खान पान कर जीने की उम्मीद रखने वालों में से नहीं था। നമ്മൾ എല്ലാവരും മിക്കവാറും സമയം നമ്മുടെ കംഫർട്ടിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. और हम सब हमेशा प्रार्थना करते हैं हमारी सुखी जीवन के നമ്മുടെ लिए। സുഖത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. हम हमारी सुख के लिए प्रार्थना करते നമ്മുടെ हैं। നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി हम പ്രാർത്ഥിക്കുന്നു. हमारे और हमारे बच्चे के भविष्य के लिए നമ്മുടെ प्रार्थना സ്വാർത്ഥ करते हैं। ഇച്ഛകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. हमारे स्वार्थ इच्छाओं और अभिलाषाओं के लिए हम प्रार्थना Praise the Lord. करते ഇന്ന് हैं। രാത്രി നമ്മുടെ പ്രാർത്ഥന ശൈലിക്ക് ഒരു മാറ്റം വരട്ടെ. और आज रात के समय में हमें यह निर्णय लेना है कि मेरी प्रार्थना की शैली में, प्रार्थना की आदत में एक बदलाव आनी Praise the चाहिए। Lord. നമ്മുടെ പ്രാർത്ഥന വാക്കുകളിൽ ഒരു മാറ്റം വരട്ടെ. मेरी प्रार्थना की पतों में एक परिवर्तन आना चाहिए। ഈ ഭാഗം ഒന്ന് രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 17ാമത്തെ വാക്യത്തിൽ 17ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടില്ല. और इस भाग को पहली राजा की पुस्तक उसकी 17वीं अध्याय में नहीं लिखा है। Praise the Lord. Hallelujah. ആമേൻ. സ്വന്തം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ആമേൻ സ്വന്തം തന്റെ 5-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന്റെ ലേഖനം 5:17 എഴുതിയിരിക്കുന്ന കാര്യം എഴുതിയിട്ടില്ല. और जो भी बातें यहाँ पर एलिया के बारे में याकूब की पत्रिका में लिखा है वो आप पहला राजा की पुस्तक 17वीं अध्याय और उसकी पहली कलम में जाए, वहां पर आपको नहीं मिल पाएगा। Praise the Lord. എന്നാൽ പരിശുദ്ധാത്മാവ് അത് മറന്നുപോയില്ല. लेकिन पवित्र आत्मा इन घटनाओं को नहीं भूल चुकी थी। യാക്കോബിൽ കൂടി ആ മർമ്മം വെളിപ്പെടുത്തി കൊടുത്തു. पवित्र आत्मा याकूब के द्वारा इन बातों को बांटना चाहता था। Praise the Lord. രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ പുസ്തകം 17ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ और पहली राजाओं की पुस्तक उसकी 17वीं अध्याय और उसकी पहली कलम में ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ രംഗപ്രവേശനം ചെയ്യുകയാണ്. हम देख सकते हैं कि एलिया नबी वहां पर आहाब की राजमहल में प्रवेश कर रहा है। ഇനി ഞാൻ പറയാതെ അവൻ സ്വന്തം ഈ ദേശത്ത് മഴ പെയ്യുകയില്ല. और वहां पर वो कहना घोषित करता है कि अब जब तक मैं ना कहूं तब तक इस देश में वर्षा नहीं होगी। ഞാൻ പറയാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. मैं जब तक ना कहूं तब तक इस देश में मेघ ना आएंगे और ना वर्षा होगी। എന്നാൽ ഇന്ന് രാത്രി സമയത്ത് യാക്കോബിന്റെ ലേഖനത്തിൽ കൂടി ഒരു കാര്യം ഓർത്തുകൊള്ളണം ദൈവമക്കളെ. लेकिन आज रात के समय मेरे को सुनने वाले मेरे प्रिय भाई और बहनों, याकूब की पत्रिका से हमें एक बात समझना है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതന്റെ പിൻപിൽ ഒരു നീണ്ട പ്രാർത്ഥന ഉണ്ടായിരുന്നു. इस संदेश एलिया नबी के जो घोषित संदेश के पीछे बहुत लंबी प्रार्थना थी। ആമേൻ. ഈ ദൂതന്റെ പിൻപിൽ ഹല്ലേലൂയ ആത്മാർത്ഥമായ കണ്ണുനീരോടുകൂടി ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹൃദയ നുറുക്കത്തോടുകൂടി വേദനയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. इस संदेश के पीछे दर्द से भरी हुई, टूटी हुई मन से भरी हुई एक प्रार्थना थी। ആ പ്രാർത്ഥനയുടെ ആശയം ഇത്ര മാത്രമേ ഉള്ളൂ. യഹോവ സാക്ഷാൽ ദൈവമെന്ന് ഇസ്രായേൽ ജനം അറിഞ്ഞിരിക്കണം.
ചിന്തിക്കണം. और वो प्रार्थना का उद्देश्य केवल एक ही था कि सारे इस्राएल के गणों को ये मानना है और समझना है कि साक्षात एक ही परमेश्वर है, वो यहोवा है. ബാലിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനം ഹല്ലേലൂയ സത്യദൈവത്തെ ആരാധിക്കുവാൻ തൊക്കണം മടങ്ങി വരണമെന്നായിരുന്നു തന്റെ പ്രാർത്ഥന. और एलिया की प्रार्थना ये थी कि बाल की सेवा करने वाले इन लोगों को समझना है कि सच्चे परमेश्वर की ओर वापस लौट आना है. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. और उस प्रकार प्रार्थना करने वाले उस भक्त व्यक्ति को परमेश्वर बुलाता है और चुन लेता है. Praise the Lord. കർത്താവ് എഴുന്നേൽപ്പിച്ച് തന്നെ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. परमेश्वर उससे बुलाकर कहता है कि तू आहाब की राजमहल की ओर चल पड़. Praise the Lord. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ, और इसलिए आज रात को मेरी वचन सुनने वाले प्रिय भाइयों और बहनों, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മളോട് ദൂത് പറയുന്ന ദൈവമാണ്, നമ്മളോട് ആലോചന പറയുന്ന ദൈവമാണ്. अगर मैं और तुम प्रार्थना जीवन रखने वाले विश्वासी गण हैं तो हमसे वाणी परमेश्वर देगी, वादा परमेश्वर देगी और वाचा भी അവൻ परमेश्वर തന്റെ देगा. ഭക്തന്മാരോട് അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുകയില്ല. और वो अपने भक्तों को बताए बिना कोई भी काम नहीं करता है. Praise the Lord. Praise the Lord. Hallelujah. തന്റെ ഭക്തന്മാരോട് പറയാതെ അവൻ കാര്യം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക, നീ ഇപ്പം ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് പോകുക. अपने भक्तों को कहे बिना वो कोई काम नहीं करता और उस प्रकार वो एलिया नबी को कहता है कि तू जा आहाब की राजमहल में प्रवेश कर. അങ്ങനെയാണ് ഈ 17-ാം അധ്യായം ആരംഭിക്കുന്നത്. और उस प्रकार यहाँ पर 17वीं अध्याय की शुरुआत होती है. Praise the Lord. ദൈവം അയച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം അയക്കും. और प्रार्थना करने वाले लोगों को ही परमेश्वर भेजता है. Praise the Lord. അയക്കേണ്ട ഇടത്ത് और जहां पर जाना है उसी स्थान पर वो भेजेगा. അയക്കേണ്ടവന്റെ അടുത്തേക്ക് അയക്കും. और उचित इंसान के पास वो भेजेगा. അധികാരത്തോടു കൂടി അയക്കും. अधिकार के साथ भेजेगा. പവർ ആൻഡ് അതോറിറ്റി കൊടുക്കും. और सामर्थ भी देगा, अधिकार भी देगा. അങ്ങനെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചത്. और उसी प्रकार उसने अपने चेलों को भी भेजा था. അവൻ ദൈവം അങ്ങനെ അയച്ചാൽ, और अगर यहोवा उस प्रकार आपको बेचता है तो പിന്നെ ഏലിയാവിനെ ആർക്കും പേടിക്കാൻ ആവശ്യമില്ല. एलिया को और कोई मनुष्य से डर रखने की जरूरत ഏലിയാവിനെ नहीं है. ആർക്കും പേടിക്കാൻ ആവശ്യമില്ല, ഭയപ്പെടാൻ ആവശ്യമില്ല. एलिया को भय रखने की जरूरत नहीं है. ആഹാബല്ല ആരാണെങ്കിലും അവന്റെ മുൻപിൽ ചെന്ന് നേരിട്ട് പറയും ദൂത്. चाहे आहाब हो या फिर बल्कि उससे कोई बड़ा भी हो, एलिया जाएगा और परमेश्वर का संदेश सुनाएगा. ഈ രാത്രിയിൽ വചനം കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഇന്ന് രാത്രി മുഖം നോക്കാതെ, സോപ്പിടാതെ, സ്തോത്രം ഹല്ലേലൂയ, മുഖം നോക്കാതെ ദൈവവചനം കർശനമായി ശുശ്രൂഷിക്കുവാൻ തക്കണം ദൈവദാസന്മാർ ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കുക. और इसलिए पवित्र आत्मा आज रात के समय ये संदेश देना चाहता है कि परमेश्वर के दास और परमेश्वर दो भी संदेश आपको देती है, उसको आप चेहरे को देखे बिना, कोई भी बातों को नजर में लाए बिना आपको वचन बांटना है. പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. इसलिए प्रेरित पौलुस इस प्रकार कहता है कि अगर मैं मनुष्य को प्रसन्नता दिलाने वाला व्यक्ति हूं तो मैं कभी भी अपने परमेश्वर को प्रसन्न नहीं कर पाऊंगा. അതുകൊണ്ട് വിശ്വാസികളെ സൂഹിപ്പിച്ചുകൊണ്ടുള്ളതായ ശുശ്രൂഷ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അതേ ഗൗരവത്തോടു കൂടി ദൈവജനത്തെ അറിയിക്കുവാൻ തക്കണം ദൈവദാസന്മാർ തയ്യാറാകേണ്ടത് और इसलिए ആവശ്യമാണ്. परमेश्वर के दासों को इस बात के लिए तैयार होना चाहिए कि विश्वासी गणों को सुख देना बड़ी बात नहीं, बल्कि परमेश्वर की वचन जिस प्रकार सुनाना चाहिए, जो परमेश्वर की वाणी है उसको उचित तरीके से देना हमारा लक्ष्य है. ഊരേണ്ടതിനെ ഊരുവാൻ ജനം തയ്യാറാകണം. और जिस बात को निकाल देना चाहिए उसके लिए लोगों को तैयार होना है. മാറ്റേണ്ടത് മാറ്റുവാൻ തയ്യാറാകണം. जिस चीजों को हटाकर रखना है उसके लिए हमें तैयार होना है. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. तिरस्कार करने के लिए हमें तैयार होना है. നമ്മുടെ ഓട്ടം നിത്യതയിലേക്ക് ഉള്ളതാണ്. क्योंकि हमारी दौड़ जो है वो अनंत जीवन के लिए അവിടെ ഒരു है. അശുദ്ധനും പ്രവേശിക്കുകയില്ല. और वहां पर कोई भी अशुद्ध व्यक्ति के लिए स्थान നമ്മുടെ नहीं കയ്യിൽ है. ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ നന്നായി നടത്തുവാനുള്ളതായ ചുമതല നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. और हमारे लिए जो भी परमेश्वर ने भेड़ दिया हुआ है उसकी देखभाल करना हमारा जिम्मेदारी है. Praise the Lord. Hallelujah. അതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവദാസന്മാർ ധൈര്യപ്പെട്ട് ആമേൻ ഈ ദിവസം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന और അറിയിക്കുകയാണ്. इसलिए पवित्र आत्मा ये संदेश देना चाहता है कि इन दिनों में परमेश्वर के दासों को धीरज के साथ परमेश्वर की चरवाहा की काम करना चाहिए. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനെ കർത്താവ് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി അധികാരത്തോടു കൂടി ആഹാബിന്റെ അടുത്തേക്ക് അയച്ചു. और प्रार्थना करने वाले इस एलिया नबी को परमेश्वर ने अधिकार दिया और सामर्थ्य दिया और आहाब राजा की महल में അവന്റെ पहुंचाया. മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു, और उसके मुंह पर देखकर एक बात कहा, ഞാൻ പറയാതെ मेरे कहे बिना. ആമേൻ സ്വന്തം ആഹാബ് നിൽക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്താണ്. और आहाब वहां पर परमेश्वर के स्थान पर खड़ा है. ദൈവദാസന്മാർ നിൽക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്താണ്. और परमेश्वर के दास लोग परमेश्वर के ദൈവത്തിൽ നിന്ന് स्थान में हैं. അരുളപ്പാട് പ്രാപിച്ചിട്ടാണ് കൊടുക്കുന്നത്. और परमेश्वर की ओर से संदेश प्राप्त करने के बाद आप जा ദൈവജനത്തിന് रहे അത് हो. ബോധ്യമാകണം. और आपको उस बात को समझना है. ഇഷ്ടമാണ്
അല്ലെങ്കിലും चाहे आपको पसंद आए या ना ഇന്ന് आए। രാത്രിയിൽ ദൈവസന്നിധാനത്തിൽ ഹല്ലേലൂയ സ്വന്തം ക്രമീകരണം പ്രാപിക്കുവാൻ തക്കണം തയ്യാറാകണം. और आज रात को हमें हमारे जीवन में परिवर्तन लाने के लिए, शुद्धिकरण करने के लिए तैयार होना है। Praise the Lord. ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്, എന്റെ സഭയിലും ഞാൻ അങ്ങനെ തന്നെയാണ് मैं ശുശ്രൂഷിക്കുന്നത്. केवल ऑनलाइन प्लेटफॉर्म में नहीं बल्कि अपनी स्थानिक कलीसिया में भी इसी प्रकार में परमेश्वर की वचन से संदेश सुनाता हूं। ഏതായാലും കർത്താവ് ഈ വേലയ്ക്ക് വേണ്ടി നമ്മളെ ഇറക്കി. क्योंकि परमेश्वर ने मुझे ये इस काम के लिए चुन लिया है। അങ്ങനെയാണെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് തന്നെ വെളിയിലേക്ക് വരും. ऐसा हो मैं अच्छी तरीके से स्नान करके लूंगा। നമ്മുടെ ചരിത്രം ചിലപ്പോൾ മോഹിക്കാം. हो सकता है कि मेरी इतिहास सही ना हो। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് 100 കൂട്ടം കുറ്റങ്ങൾ ചിലപ്പോൾ പറയുവാനായിട്ട് കാണുമായിരിക്കാം. हो सकता है कि लोग मेरे बारे में 100 बुराइयां कर रही हो। എന്നാൽ നീതിയിരിക്കുന്നവൻ ഒരുവനുണ്ട്, അവൻ ഉയരത്തിലിരിക്കുന്നു. लेकिन ये सब बातों को तोलने वाला एक व्यक्ति ऊपर है, वो परमेश्वर है। വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് അന്ത്യം വരെ നിർത്തുവാൻ അവൻ ശക്തനാണ്. और जिसने बुलाया वो विश्वास योग्यता रखने वाला परमेश्वर है, इसके लिए अंत तक वो मुझे चलाएगा। ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നത് ബാങ്ക് കണ്ടിട്ടല്ല കർത്താവ് എന്നെ വിളിച്ചത്. और मैं कई एक बार कहता हूं कि मैं जिस बैंक में नौकरी करता हूं उस बैंक को देखकर परमेश्वर ने मुझे नहीं बुलाया है। ഞാനിപ്പോൾ പാർക്കുന്ന ദുബായ് പട്ടണം കണ്ടിട്ടല്ല കർത്താവ് എന്നെ വിളിച്ചത്. इस दुबई शहर को देखकर परमेश्वर ने मुझे नहीं चुना है। ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അവിടെ ആയിരിക്കും. क्योंकि आज मैं यहाँ हूं तो कल वहां हूं। എവിടെയാണെങ്കിലും കർത്താവിനെ ഉയർത്തണം. परंतु चाहे कहीं भी क्यों ना हो, मेरा एक ही लक्ष्य है कि परमेश्वर को ऊंचा उठाना है। ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. क्योंकि मेरा लक्ष्य है कि मैं जीऊंगा तो मसीह के लिए और मृत्यु होगा तो वो लाभदायक ഈ हो। മർമ്മം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതായ ദൈവമക്കൾ ഹല്ലേലൂയ എന്ത് ഛേദം വന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്കണം തയ്യാറാകും. और इस रहस्य भरी दर्शन को जिस किसी भी मसीहगण ने प्राप्त किया हो, उसको चाहे कोई भी दुख या नष्ट क्यों ना हो, वो अपने आप को खुश और आनंदित समझेगा। പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകളാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത്. അതുകൊണ്ട് വചനം, എടുത്ത വചനം അതിന്റേതായ നിലകളിൽ അതിന്റെ സീക്വൻസിൽ പോകുവാനായിട്ട് അല്പം സമയം എടുക്കുന്നുണ്ട്. बीच बीच में पवित्र आत्मा मुझे नई संदेश दे रही है, इसलिए मैं वचन में से एक दो क्षण के लिए बाहर जा रहा हूं। പ്രൈസ് ദി ലോർഡ്. ആഹാബിന് മുൻപേ പറഞ്ഞു, സ്തോത്രം, ഞാൻ പറയാതെ, ഹി ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ്, ഞാൻ പറയാതെ ഇനിയും ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല. സ്തോത്രം. ആഹാബിന് എന്ത് അഭിപ്രായം പറയണമെന്ന് കാത്തിരിക്കാതെ സ്ഥലം വിട്ടു. और वो आहाब के सामने खड़े होकर कहता है कि अब जब तक मैं ना कहूं तब तक यहाँ पर वर्षा नहीं होगी। ये कहने के बाद वो चला गया। നാം പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. हम कई एक बार प्रार्थना करते हैं, परमेश्वर तू मुझसे बातचीत कर, बातचीत कर, बातचीत कर। ഇന്ന് രാത്രി സമയത്ത് ദൈവമക്കളോട് ഒരു ചോദ്യമുണ്ട്, നിന്നോട് ആദ്യമേ സംസാരിച്ച കാര്യം നീ അനുസരിച്ചോ? लेकिन आज आपके सामने परमेश्वर की आत्मा एक सवाल पेश करती है कि मैंने जब तुझसे पहली बार बातचीत की, अब क्या तूने मेरी वचनों का पालन ഒന്നാമത് किया? സംസാരിച്ചത് നീ അനുസരിച്ചോ? എന്നാലാണ് രണ്ടാമത്തെ ആലോചന വരുന്നത്. अगर तूने पहली बातचीत पर तूने परमेश्वर की वाणी को सुनी हो, तब जाकर परमेश्वर तेरे से दोबारा बातचीत करने के लिए तैयार ആമേൻ. होगा। ഏലിയാവ് ഒന്നാമത്തെ ആലോചന അനുസരിച്ചു, രണ്ടാമത്തെ ആലോചന വരികയാണ്. और एलिया ने पहली वाणी को सुन ली और यहाँ पर दूसरी वाणी आ रही है। അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്. और इसलिए दूसरी कलम में इस प्रकार कहते हैं, രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാമത്തെ അധ്യായം, 1 Kings chapter 17 verse 2. पहली राजा की पुस्तक 17वीं अध्याय दूसरी कलम। പിന്നെയും അവൻ അരുളപ്പാടുണ്ടായി. സ്തോത്രം. അവൻ ഏലിയാവിനോട് പിന്നെയും ദൈവം സംസാരിച്ചു. और एलिया नबी से फिर वहां पर परमेश्वर बातचीत करता है, ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുക. इस महल से तू निकल। പ്രൈസ് ദി ലോർഡ്. അടുത്ത ഡയറക്ഷൻ കൊടുക്കുന്നു. और उसको वहां पर नया दिशा देता है, അടുത്ത देता है। ശാരീരിക ഒരിടമല്ല. शारीरिक तौर पर वहां पर कोई सुख नहीं है। ഹല്ലേലൂയ. കേരിന്റെ തോട്ടിന്റെ അടുത്ത് ഒരു ഗുഹയുണ്ട്, അവിടെ പോയി നീ ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞു. और केरित झील के पास मर वहां पे गुफा है, वहां पर तू पहुंच जा और वहां पर छुप कर बैठ। പ്രൈസ് ദി ലോർഡ്. Amen. ഹല്ലേലൂയ. Amen. ശാരീരികമായി നോക്കിക്കഴിഞ്ഞാൽ സുഖം തരുന്ന ഒരു സ്ഥലമല്ലെങ്കിലും ഏലിയാവ് ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നവനായിരുന്നു. जब हम शारीरिक तौर से इसके बारे में सोचते हैं तो उसमें शायद सुख नहीं होगी, परंतु एलिया नबी परमेश्वर की बातों को मानने वालों में से था। ഒന്ന് ദൈവസന്നിധിയിൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. पहला वो परमेश्वर की उपस्थिति में अतिक श्रद्धा पूर्वक तरीके से वो प्रार्थना करता था। രണ്ട് ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവനായിരുന്നു. दूसरा वो परमेश्वर की वाणियों को सुनने वालों में से था। ദൈവം എന്ത് പറഞ്ഞോ അത് ചെയ്യുന്നവനായിരുന്നു. चाहे परमेश्वर कोई भी आज्ञा क्यों न दे उसको वो पालन करता था। അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് വിലയിരുത്തിക്കൊണ്ട് ആമേനലിയ നടപടികൾ എടുക്കുന്നവനല്ലായിരുന്നു. और परमेश्वर की आज्ञाओं को तोलने के बाद वो अपनी मनमानी के हिसाब से
निर्णय लेने वालों में से नहीं था, യോനെ പോലല്ലായിരുന്നു. वो योना के समान नहीं था. Praise the Lord. Hallelujah. യോന നിനവയെ വിലയിരുത്തി. क्योंकि योना ने निनवे को तोलना शुरू किया, അതുകൊണ്ട് അവന്റെ ബുദ്ധി അവനെ വേറൊരു ഡയറക്ഷനിലേക്ക് അയച്ചു. और इसलिए योना ने अपनी बुद्धि की बात सुनी और वो दूसरी दिशा में चलने लगा. എന്നാൽ ഏലിയാവ് ദൈവത്തിന്റെ നടത്തിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു. परंतु एलिया इंतजार करने वालों में से था, परमेश्वर की बातचीत की इंतजार करने वालों में से था. വെറും കൈയോട് കൂടിയല്ല ദൈവം ഏലിയാവിനെ അയച്ചത്. और खाली हाथों से परमेश्वर ने एलिया को नहीं भेजा. ഏലിയാവിനോട് പറഞ്ഞു ഞാൻ അവിടെ കൽപ്പിച്ചിട്ടുണ്ട്. और परमेश्वर ने एलिया को कहा कि मैंने कल्पना दी है, രാവിലെയും വൈകുന്നേരവും और सुबह और शाम നിനക്ക് അപ്പവും ഇറച്ചിയും ഹല്ലേലൂയ കാക്കകൾ കൊണ്ടുവരും. तुझे रोटी और मांस पंछी आएगी और तुझे देगी. പ്രൈസ് ദി ലോർഡ്. തോടിന്റെ അടുത്തോ ആണല്ലോ നീ താമസിക്കുന്നത്, അവിടുന്ന് നീ വെള്ളം കുടിച്ചോണം. तू वहां पे झील के पास ही रह रहा है तो झील में से तू पानी पी लेना. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കണം. लेकिन तुझे गुफा के अंदर छुप कर बैठना है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ദൈവം എത്തിക്കും. परमेश्वर की वाणी सुनने के पश्चात उचित स्थान पर आप अगर बैठोगे तो आपको जो भी चाहिए परमेश्वर दिलाता ഈ रहेगा. രാത്രിയിൽ പരിശുദ്ധാത്മാവ് അടുത്തൊരു ആലോചന പറയുകയാണ്. और इसलिए पवित्र आत्मा आज शाम की समय दूसरी संदेश दे അവിടെ रही है. ഇവിടെയും മനുഷ്യന്റെ സഹായം തേടി കൈനീട്ടി പോകരുത്. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരുന്നു കഴിഞ്ഞാൽ നിനക്ക് നൽകേണ്ടത് ദൈവം നൽകും. मनुष्य की सहायता की मांग में आप इर्द गिर्द दूसरियों की ओर बल ना जाए, बल्कि आपको परमेश्वर जहां बैठने के लिए कहता वहां पर बैठो. परमेश्वर आपको उचित समय पर उचित सामर्थ और उचित चीजें देगा. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തന്റെ ദാസന്മാരെ മറക്കുന്ന ദൈവമല്ല. परमेश्वर अपने दासों को भूलने वालों में से नहीं है. ദൈവം ആമേൻ കേരിത്ത് തോട് വറ്റിച്ചു. और परमेश्वर ने वहां पर किरीत का जो झील थे वो सूख गई, പ്രൈസ് ദി ലോർഡ്. വെള്ളം നിന്നുപോയി. वहां पर पानी बंद हो गया. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ സമയമായപ്പോൾ ദൈവം അടുത്ത ആലോചന. लेकिन परमेश्वर उस उचित समय पर अगली संदेश देता है. എന്നെയും നിങ്ങളെയും പുലർത്തുന്നത് പോറ്റുന്നതും പുലർത്തുന്നതും मुझे और आपको चलाने वाला और कोई नहीं, हमारा परवरिश हमारा मसीह करता है. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. और इसीलिए प्रभु हमसे कहता है कि आप व्याकुल ना हो. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നമ്മെ നടത്തും അത്ഭുതമായി. अगर हम आज्ञा का पालन करने के लिए तैयार है तो काफी अद्भुत तरीके से हमारा परवरिश അടുത്ത करेगा. വിചിത്രമായ ഒരു ആലോചന. और अभी एक नया संदेश परमेश्वर देता പ്രൈസ് है. ദി ലോർഡ്. സാരഫാത്തിൽ പോകണം. वो कहता है कि तू जारफात की ओर चली ഞാൻ जा. അവിടെ ഒരു വിധവയോട് പറഞ്ഞിട്ടുണ്ട്. मैं वहां पर एक विधवा से बात करूंगा. ക്ഷാമം ആരംഭിച്ചു എന്ന് ഏലിയാവിന് അറിയാം. एलिया जानता है कि अकाल की शुरुआत आ चुकी है. മനുഷ്യൻ മരിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയാം. और एलिया ये भी जानता है कि मनुष्य मर रहे हैं. അതും കൂടാതെ ഒരു കൊട്ടാരത്തിലേക്കല്ല അയക്കുന്നത്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഭവനത്തിലേക്കാണ് അയക്കുന്നത്. और इस सब के बावजूद भी परमेश्वर राजमहल की ओर नहीं बल्कि एक विधवा की, गरीब विधवा की घर की ओर भेज रहा है. മരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് അയക്കുന്നത്. मृत्यु का इंतजार करने वाले एक परिवार की ओर एलिया को परमेश्वर भेजता है. ആമേൻ. ഏലിയാവ് ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചു കറക്റ്റ് സ്പോട്ടിലെത്തി. और एलिया परमेश्वर की वाणी सुनकर सही जगह पर पहुंच गया. ആശയെല്ലാം അറ്റവളായി സ്തോത്രം. ഒരു വിധവ അവിടെ ചില വിറകുകൾ കമ്പുകൾ പെറുക്കുകയാണ്. और जिंदगी में सारी उम्मीद खो चुक बैठने के बाद वहां पर एक विधवा स्त्री थी और वो वहां पर लकड़ियां उठा रही थी. പ്രൈസ് ദി ലോർഡ്. സ്വതം അവിടെയും ദൈവത്തിന്റെ ആലോചനയുണ്ട്. और उस स्थान पर भी परमेश्वर का संदेश अटल ഈ है. രാത്രിയിൽ ദൈവസന്നാനത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആലോചന നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, കണക്ടിവിറ്റി ശരിയാണെങ്കിൽ നമ്മളിൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടത്തില്ല. और इसलिए मेरे को सुनने वाले प्रिय श्रोताओं, आपको यह समझना है कि परमेश्वर की आज्ञा को अगर हम सही तरीके से पालन कर रहे हैं तो हमें कोई भी चीज के लिए व्याकुल होने की जरूरत नहीं പ്രൈസ് ദി है. ലോർഡ്. വിധവയെ കണ്ടു കാര്യം പറഞ്ഞു. विधवा को एलिया नबी मिलता है और बातचीत शुरू होती വിധവയോട് है. ഒരു ദൂതും പറഞ്ഞു. और विधवा को संदेश भी देता है. ഈ വിധവയോട് ഒരു പ്രവചനം പറഞ്ഞു. और उस विधवा के सामने एलिया नबी भविष्यवाणी देता है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമയത്ത് ദൈവസന്നാനത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ഭക്തൻ വയർ നിറയ്ക്കാനായിട്ടല്ല നടക്കുന്നത്. और इसलिए आपको आज शाम को यह समझना चाहिए कि एक भक्त मनुष्य अपना पेट पूजा करने के लिए नहीं चलता है. അവൻ നടക്കുന്നത് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ്. वो परमेश्वर की संदेश के अनुसार अपनी मार्ग पर चलता है. ദൈവദാസന്മാർ ഓർത്തുകൊള്ളണം. इसलिए आपको यह समझना चाहिए कि परमेश्वर के दास लोग भीख के लिए नहीं निकले हैं. ദൈവദാസന്മാർ ഒരു മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. और परमेश्वर के दास लोग मनुष्य पर भरोसा रखते हुए अपना जीवन नहीं बिताते हैं. ദൈവമക്കളുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്, സ്വർഗീയ റിസോഴ്സസ് ഉണ്ട്. और परमेश्वर के दासों के हाथ पर स्वर्ग से दी गई हुई रिसोर्सेस है. ഈ വിധവയായ സ്ത്രീയോട് പറഞ്ഞു, और इस विधवा स्त्री को एलिया नबी कहता है, എനിക്ക് വേണ്ടി ഒരു ആട് ആദ്യമേ ഉണ്ടാക്കി കൊണ്ടുവരണം. सबसे पहले तू मेरे लिए एक बकरी को काट. റൊട്ടി. सबसे माफ करना, सबसे पहले तू मेरे लिए एक रोटी बना. 13ാമത്തെ വാക്യം. ഹല്ലേലൂയ. വായിക്കാം. 13वीं कलम 13ാമത്തെ വാക്യം 13 വചനം. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട. അപ്പോൾ ആ സ്ത്രീ ഭയപ്പെട്ടിരിക്കുകയാണ്. സ്വതം വിശ്വാസികളുടെ ഭയം മാറ്റുന്ന ശുശ്രൂഷയാണ് ദേവദാസന്മാർക്കുള്ളത്.
वाराणसी की एलिया नबी उस स्त्री को कहता है कि तू भयभीत ना हो। उसका मतलब ये हुआ कि परमेश्वर के दासों को परमेश्वर ने ये सेवकाई दी कि हम हमारे विश्वासी जनों का भय को हटाए। Praise the Lord. വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ തന്നെ 10 ആശുപത്രിയുടെ അഡ്രസ് കൊടുത്തിട്ടും 10 ഡോക്ടറിന്റെ അഡ്രസ്സും കൊടുത്തിട്ട് വിടുന്നവരല്ല ദേവദാസന്മാർ പറയും ഭയപ്പെടേണ്ട, യേശു കർത്താവ് പറഞ്ഞതുപോലെ. जब विश्वासीगण बीमार होकर प्रार्थना के लिए आए तब हमें 10 अस्पतालों की और 10 डॉक्टरों की एड्रेस नहीं देना है, बल्कि हमें पता देने के बला हमें यह देना है कि भयभीत ना हो, हम तुम्हारे लिए प्रार्थना ധാരാളം करेंगे। ദൂതുകൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. आज कई प्रकार के संदेश इस क्षण पर मुझे पवित्र आत्मा दे रही ഞാൻ है ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് എനിക്ക് എത്തുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. और मैं जिन जगह की ओर जाना चाहता हूं वहां पर मुझे जाने में कुछ तकलीफें हैं, എന്നാൽ ഓടിച്ച് പറയട്ടെ, लेकिन शीघ्र ही मैं बढ़कर कहना चाहूंगा നീ ഭയപ്പെടേണ്ട, तू भयभीत ना हो, ആ നീ പറഞ്ഞതുപോലെ നീ ചെയ്യുക. ആദ്യമേ എനിക്ക് ഒരു ചെറിയ അട ഉണ്ടാക്കി, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക. 13th verse. Praise the Lord. पहली राजा आपने गलत स्क्रीन में बताया है, फर्स्ट किंग्स, आपने सेकंड किंग्स को उठाया. स्क्रीन शेयरिंग जो कर रहे हैं, फर्स्ट किंग्स 17 अध्याय 13. मत डर। एलिया ने उससे कहा मत डर, जाकर अपनी बात के अनुसार कर, परंतु पहले मेरे लिए एक छोटी सी रोटी बनाकर मेरे पास ले आ, फिर इसके बाद अपने और अपने बेटे के लिए बनाना. प्रेज़ द लॉर्ड, हालेलुया. प्रेज़ द लॉर्ड. यूं ही नहीं बोल रहा, आमेन, വെറുതെ അല്ല ഏലിയ പറയുന്നത്. एलिया वहां पर यूं ही डोल मडोल के लिए नहीं बोल रहा है। Praise the Lord, हालेलुया. ഏലിയാവിന് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. एलिया जानता है कि भविष्य में क्या होने കാരണം वाली है, ഏലിയാവിന്റെ പക്കൽ ദൈവത്തിന്റെ ആലോചനയുണ്ട്. क्योंकि एलिया के पास परमेश्वर के द्वारा मिला गया हुआ दर्शन है। ഈ വിധവ മരിക്കാനായിട്ടുള്ളവളല്ല. और एलिया जानता है कि ये विधवा मृत्यु के लिए नहीं बनी है, അവളുടെ മകനും മരിക്കുകയില്ല. इसका बेटा भी नहीं मरेगा। Praise the Lord, हालेലൂയ. ഈ വിധവയ്ക്ക് ഒരു വേണ്ടി ഒരു ദൂതുണ്ട്. और ये विधवा के लिए एक संदेश है, ആ ദൂത് കൈമാറുകയാണ്. और वो संदेश को बांटना है। സ്തോത്രം. തിന്നാൻ വന്നതായ ദേവദാസനല്ല ഇത്. और वो वहां पर पेट पूजा करने, വന്ന ദേവദാസനാണ്. वो वहां पर परमेश्वर की महिमा प्रकट करने के लिए आया है। ദേവദാസന്മാര് ദൈവത്തിന്റെ ആലോചന കേട്ട് സഞ്ചരിക്കുന്ന ദേവദാസന്മാർ ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൂതുകൾ, അരുളപ്പാടുകൾ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. और परमेश्वर की संदेश सुनने वाले परमेश्वर के दास लोग वो परमेश्वर की महिमा को अपने सेवकाय के द्वारा प्रकट करते हैं। ഈ സ്ത്രീയോട് ഈ വാക്ക്, ഈ ആവശ്യം പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് അതിനോട് ചേർന്ന് ഒരു 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 പ്രവചന വാക്കും ദൂതും അതിന്റെ കൂടെ പറഞ്ഞു. और इस प्रकार इस स्त्री को आज्ञा देने के बाद उसको बेचने के पहले एलिया नबी एक और बात वहां पर उससे कहता है। 14ാമത്തെ വാക്യമാണ് उसकी 14वीं कलम, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. ഇതായിരുന്നു ദൂത്. और वहां पर वो यह संदेश देता है कि क्योंकि इस्राएल का परमेश्वर यहोवा यह कहता है कि जब तक यहोवा भूमि पर मेघ ना बरसाएगा तब तक ना तो उसे घड़े का मैदा चुकेगा और ना उसे कुप्पी का तेल घटेगा। ദേവദാസന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഇവിടെ നമുക്ക് കണ്ടു. और परमेश्वर के दासों को परमेश्वर किस प्रकार की सेवकाई देती है हम यहाँ पर देख चुके हैं। അവരുടെ പക്കൽ ദൂതുകളുണ്ട്, उनके पास संदेश है। പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പക്കൽ ആലോചനകളുണ്ട്. एक प्रार्थना भक्त के संदेश है, दर्शन है। പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഹൃദയം നുറുങ്ങിയവരാണ്. क्योंकि प्रार्थना करने वाले परमेश्वर के संतगण जो है उनके दिल टूटे हुए, मन टूटे हुए हैं। അവരെപ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. वो सदैव परमेश्वर पर अपना भरोसा रखते हैं। അങ്ങനെ ഈ ഭവനത്തിൽ ഒരു സംഭവം നടന്നു. इस प्रकार इस में एक घटना होती ഈ है। വിധവയുടെ അവൻ മരിച്ചുപോയി. एक दुख भरी घटना में विधवा की बेटा का देहांत होता है ഭയങ്കര കഷ്ടമായി പോയി. और काफी तकलीफ वहां पर शुरू ആ होती സ്ത്രീ है। വന്നിട്ട് അവൻ ഏലിയാവിനോട് പരാതി പറയുകയാണ്. और ये विधवा स्त्री एलिया के पास आई और शिकायत करने लग गई। ഏലിയാവ് എന്ത് ചെയ്തു? एलिया नबी ने वहां पर क्या किया? സ്തോത്രം, ഹല്ലേലൂയ. അവിടുന്ന് ഒഴിഞ്ഞു ഓടുവാൻ സമ്മതിച്ചില്ല. एलिया वहां से दौड़ने नहीं शुरू किया। അവിടെയും ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന്റെ കയ്യിൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. और वहां पर भी परमेश्वर ने अपना अधिकार एलिया के हाथ में दिया हुआ है। ഹല്ലേലൂയ. വായിക്കാം. ഹല്ലേലൂയ. 20ാമത്തെ വാക്യം 20वीं कलम, അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ആ ആ
പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചു പറഞ്ഞു എന്നാണ് മലയാളത്തിൽ വായിച്ചത്. ആൻഡ് ഹി ക്രൈഡ് അൺടു ദി ലോർഡ്, അവൻ യഹോവയോട് നിലവിളിച്ചു. और मलयालम में इस प्रकार ला कि उसने प्रार्थना की, बल्कि एलिय्याह नबी परमेश्वर की ओर रोने लग गया. യഹോവയോട് അവൻ പുകാർ കർ കഹാ. സ്തോത്രം. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് പുകാർ കർ കഹാ. और हिंदी इस प्रकार लिखा है कि उसने यहोवा को पुकार कर कहा. അവൻ യഹോവയോട് നിലവിളിക്കുന്ന ഭക്തൻ, और यहोवा के सामने पुकार रखने वाला वो भक्त व्यक्ति, നിലവിളിക്കുന്ന ഭക്തന്റെ വിളി കേൾക്കുന്ന ദൈവം, और उस गिड़गिड़ाने वाली भक्त की गिड़गिड़ाहट को सुनने वाला परमेश्वर. 22ാമത്തെ വാക്യത്തിൽ ഈ പ്രകാരമാണ് കാണുന്നത്. 22वीं कलम में इस प्रकार लिखा है. ആമേൻ. ഹല്ലേലൂയ. ദൈവം തന്റെ നിലവിളി കേട്ടു. परमेश्वर ने उसकी पुकार सुन ली. ഏലിയാവിന്റെ നിലവിളി ദൈവം കേട്ടു. परमेश्वर ने यीशु मसीह की परमेश्वर ने एलिय्याह नबी की पुकार सुन ली. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വതം നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ ലഭിച്ചു. और जो भी वहां पर नष्ट हो चुका था वो सब लौट कर आ गया. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ ദൈവം അത്ഭുതമായ ഒരു ശുശ്രൂഷയിലേക്ക് നയിക്കുകയാണ്. और परमेश्वर ने अपने दास को एक अद्भुत से भरपूर एक सेवकाई की ओर ले चल पड़ा. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവദാസൻ, और उस प्रकार परमेश्वर की उपस्थिति में बाँह जोड़ने वाला परमेश्वर का दास, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ, और उस प्रकार प्रार्थना करने वाला परमेश्वर का दास, ലക്ഷ്യബോധത്തോടു കൂടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ, एक लक्ष्य के साथ परमेश्वर की सेवकाई करने वाला दास. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അടുത്ത ദൂത് വന്നു. और उसी समय एलिय्याह नबी के जीवन में परमेश्वर अगला संदेश लेकर आता है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വതം യഹോവയായ ദൈവം 18ാമത്തെ അധ്യായത്തിൽ ഏലിയാവിനോട് പറയുകയാണ്, നീ ആഹാബിനോട് പിന്നെയും പോയി സംസാരിക്കുക. और 18वीं अध्याय में फिर परमेश्वर संदेश देकर कहता है कि तू फिर राजमहल में जा और राजा आहाब के साथ बातचीत ആമേൻ. कर. ഞാൻ മഴ അയക്കാൻ പോകുകയാണ്. और तुझे ये संदेश देना है कि मैं बरसात को वापस लौटाने वाला हूँ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെയും മഴ അയക്കാൻ പോകുകയാണ്. इस देश में फिर वर्षा होगी. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച ആമേൻ ഏലിയാവ്, और परमेश्वर की संदेश को प्राप्त करने के बाद एलिय्याह नबी പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷയോട് ബന്ധത്തിൽ മുൻപോട്ട് പോകുകയാണ്. वो अपनी सेवकाई के समान वो आगे बढ़ रहा है. പ്രൈസ് ദി ലോർഡ്. ദൈവം തനിക്ക് ആലോചന കൊടുത്തു. और परमेश्वर फिर संदेश दिया. ആലോചന പ്രകാരം താൻ മുന്നേറി. और वो संदेश के अनुसार वो अपनी मार्ग पर चल रहा है. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 18ാമത്തെ അധ്യായം അതിന്റെ 21ാമത്തെ വാക്യം. और 18वीं अध्याय उसकी 21वीं कलम. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 18ാമത്തെ അധ്യായം 21ാമത്തെ വാക്യം. ആ ആ ആ ആ ഇവിടെ സാക്ഷാൽ യഹോവ ദൈവമെന്ന് വെളിപ്പെടുത്തുവാനുള്ളതായ രംഗമാണ്. और यहाँ पर परमेश्वर ये अपने आप को प्रकट करना चाहता है, अपनी वास्तविकता को प्रकट करना चाहता है. ജനത്തിന്റെ സംശയം നീക്കുവാനുള്ളതായ സമയമാണ്. वो अपने लोगों के मनों से शक को हटाने की समय आ चुकी है. ജനം വഴിതിരിഞ്ഞു പോയി. क्योंकि लोग मार्ग से बिछड़ चुके हैं. അന്യ ആരാധനയിലേക്ക് പോയി. वो लोग विग्रह आराधना की ओर बढ़ चुके हैं. ലോകത്തിലേക്ക് വ്യതിചലിച്ചു പോയി. वो लोग दुनिया की ओर मुड़ चुके हैं. ജഡികന്മാരായി തീർന്നു. वो लोग देह के प्रेमी बन चुके हैं. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആമേൻ അവര് പോയി. वो लोग मूर्ति पूजा करना लग गए. ഇപ്പോൾ ദൈവം വലിയ ദൗത്യം കൊടുത്തു. लेकिन परमेश्वर ने यहाँ पर बहुत बड़ा एक जिम्मा एलिय्याह के कंधे पर भेज दिया Praise the है. Lord. Hallelujah. ഇനിയും ദൈവമായ യഹോവ ദൈവം സാക്ഷാൽ ദൈവം എന്ന് വെളിപ്പെടുത്തുന്ന രംഗമാണ്. और अब हम आने वाले कलमों में देखेंगे कि किस प्रकार परमेश्वर अपनी सामर्थ को प्रकट करने लगेगा. Praise the Lord. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, इसलिए आज मुझे शाम को सुनने वाले प्रिय संत गणों, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. वो हमारी प्रार्थना सुनने वाला നമ്മെ परमेश्वर, വിടുവിക്കുന്ന ദൈവമാണ്. हमें छुटकारा देने वाला, നമ്മെ സഹായിക്കുന്ന हमारी ദൈവമാണ്. सहायता करने നമ്മുടെ वाला, പട്ടിണി മാറ്റുന്ന ദൈവമാണ്. हमारी भूखमरी हटाने നമ്മുടെ वाला, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. बीमारियों को चंगा करने നമ്മുടെ वाला, മരിച്ചവരെ തിരിച്ചു തരുന്ന ദൈവമാണ്. मृत्यु को जी उठाने वाला. Praise the Lord. എന്നാൽ ഹല്ലേലൂയ ദൈവം അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത് തന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുവാനായിട്ടാണ്. लेकिन इन सबसे बढ़कर परमेश्वर आपसे और मुझसे यह चाहता कि उसकी महिमा मेरे और आपके जीवन के द्वारा प्रतिदिन प्रकट हो. ദൈവമക്കളെ, ഗാന്ധിധാം പട്ടണത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനുള്ള സമയമാണ്. और समय आ चुका है कि गांधीधाम के शहर में परमेश्वर की महिमा प्रकट हो जाए. ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുന്ന സമയമാണ്. और जीवित परमेश्वर कौन है वो समझने के लिए और प्रकट होने का समय आ चुका है. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനം ആരാണ് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്ന സമയമാണ്. और सच्चाई और आत्मा में कौन परमेश्वर की आराधना करता है उस प्रकार के मसीह गणों का प्रकट होने का समय आ चुका है. ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. और इसलिए आज रात के समय में एक और बार परमेश्वर के चरणों में अपने आप को समर्पित करें. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. परमेश्वर के हाथों में अपने आप को सौंप दे. Praise the Lord. Hallelujah. സ്തോത്രം. ഇപ്പോൾ യഹോവ ദൈവമാണെന്ന് വെളിപ്പെടുന്ന സമയം. और अब समय आ चुका है कि परमेश्वर यहोवा है वो प्रकट होने का समय. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ
വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. समय की कमी मेरे पास, इसके लिए मैं और भागना चाहूंगा. ബാൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രവാചകന്മാർ ആരാധിച്ച് മടുത്ത് ക്ഷീണിച്ച് ചോര ഒലിപ്പിച്ച് പരാജയപ്പെട്ട് ഹല്ലേലൂയ സ്വതം അടിയറ വെച്ചു. और बाल देवताओं की आराधना और मूर्ति पूजा करने वाले भविष्यवक्ता लोग अपनी लहू बहाकर वहां पर वो थक चुके थे. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവർ പരാജയപ്പെട്ടതായ ഒരു സാഹചര്യമാണ്. और वहां पर वो लोग बाल के सारे भविष्यवक्ता लोग पराजित हो चुके हैं. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമുക്ക് വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ അധ്യായം. हम पढ़ेंगे पहली राजा की पुस्तक उसकी 18वीं अध्याय 30-ാമത്തെ വാക്യം, उसकी 30वीं कलम. ധാരാളം പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. സമയം തീരാറായി, സ്തോത്രം. समय खत्म होने आ चुका है और आपने कहीं एक संदेश भी सुनी होगी. എനിക്ക് ആകുന്നിടത്തോളം ഞാൻ വേഗത്തിൽ പറയാം. और जितना जल्दी मैं इस बातों को संक्षिप्त में सुना सकता हूं मैं कोशिश करूंगा. ഒന്നാമത്തെ കാര്യം, पहली बात, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യഹോവ സാക്ഷാൽ ദൈവമാണെന്ന് വെളിപ്പെടുവാനുള്ളതായ രംഗം വന്നു. यहोवा ही वास्तविक तौर पर परमेश्वर है, इस बात को प्रकट होने का समय आ चुका है. ഏലിയ വാദ്യമേ ചെയ്തത്. पहली बात क्या करता है एलिया? സ്തോത്രം, ഹല്ലേലൂയ. പണ്ടേതോ കാലത്ത് സ്തോത്രം രാജാക്കന്മാർ അടിച്ച് അവൻ തകർത്ത് കളഞ്ഞതായ യാഗപീഠമുണ്ട്. और वहां पर एक ऑल्टर है जिसको कई सालों पहले राजाओं ने तोड़ मरोड़ कर दिया था. പ്രൈസ് ദി ലോർഡ്. ആ യാഗപീഠത്തിന്മേൽ ഇനി യാഗം അർപ്പിക്കുവാൻ കഴിയുകയില്ല. और उस ऑल्टर के ऊपर अब आप बलि नहीं चढ़ा पाओगे. യാഗപീഠം നന്നാക്കണം. और उस बलिवेदी को पुनर्निर्माण करना है. ഇന്ന് രാത്രി സമയത്ത് വചനം കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ യാഗപീഠം ഇന്ന് രാത്രി ഒന്ന് റിപ്പയർ ചെയ്യുവാൻ തക്കണം പരിശുദ്ധാത്മാവ്. और इसलिए मुझे सुनने वाले प्रिय परमेश्वर के लोगों, आपको समझना है कि आज शाम के समय में आपकी प्रार्थना जीवन की बलिवेदी को पुनर्निर्माण करने का समय आ चुका है. യാഗപീഠത്തെ പണിയുന്നത് സ്വതം ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ ആമേൻ ഹല്ലേലൂയ ഏറ്റുപറയുന്നതായ സമയമാണ്. और उसका पुनर्निर्माण करने का यही युवा कि हम हमारी कमी घटियों को परमेश्वर के सामने रख रहे हैं. വെറുതെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. हमें यूं ही जाकर प्रार्थना करने से कोई लाभ ना होगा. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാൻ തയ്യാറാകണം. जो भी कमियों घटियों को हमें मानना है वो सबको कबूल करना है. രമ്യതപ്പെടേണ്ടടുത്ത് രമ്യതപ്പെടണം. और जहां पर माफी मांगनी है वहां पर माफी मांगनी है. സ്നേഹം ഇവിടെ ആമേൻ ഹല്ലേലൂയ ചോർന്നു പോയിട്ടുണ്ട്, അവിടെ സ്നേഹം മടങ്ങി വരണം. और प्रेम जहां पर नष्ट हो चुका है वहां पर प्रेम को वापस आना है. ആത്മീയ നിലവാരത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് റിപ്പയറിംഗ് ദ ആൾട്ടർ. और आपकी आत्मिक उन्नति के लिए जो कोई भी तकरार आ चुकी है वो सबको वहां पर निर्माण करने के लिए हम कहते हैं कि बलिवेदी का पुनर्निर्माण का समय. സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനം 32:5 പറയുന്നു, സ്തോത്രം, ഐ അക്നോളജ് മൈ സിൻ, ഞാൻ എന്റെ പാപത്തെ സമ്മതിച്ചു. और भजन संहिता लिखने वाला 32वीं भजन संहिता की उसकी 5वीं कलम पर इस प्रकार कहता है कि मैं मेरी पापों को कबूल करता हूं. അടുത്ത വാക്യം 31-ാമത്തെ വാക്യത്തിൽ, और 31वीं कलम इसी पहला राजा की पुस्तक में അടുത്ത 31-ാമത്തെ വാക്യത്തിൽ അവൻ ഏലിയാവ് ചെയ്തത് 12 കല്ലുകൾ എടുത്തു. और एलिया नबी वहां पर 12 पत्थर उठाता है. യാക്കോബിന്റെ മക്കളായ 12 ഗോത്രത്തിന് ഒത്തവണ്ണമുള്ളതായ കല്ലുകൾ എടുത്തു. और याकूब के 12 पुत्र उनके 12 गोत्रों के समान उसी संख्या में वो पत्थर उठाता है. ഓർത്തുകൊള്ളണം, ഇസ്രായേൽ രാജ്യത്തിലാണ് താൻ നിൽക്കുന്നത്. और आपको याद रखना है कि वो इजराइल में खड़ा है. 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നതായ ദേശത്താണ് താൻ നിൽക്കുന്നത്. 10 गोत्रों जिस देश में मौजूद है उसी देश में वो ये सेवकाई कर रहा है. ഗോത്രം 2 ഗോത്രങ്ങൾ, ബെന്യാമിൻ ഗോത്രം യഹൂദ ഗോത്രം മാറി നിൽക്കുകയാണ്. बेन्यामीन की गोत्र हो और यहूदिया की गोत्र वो अलग है. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതെല്ലാം ദൈവത്തിന്റെ ആലോചനപ്രകാരം തന്നെയാണ്. ये सब संदेश और बातचीत के अनुसार ही चल रहा है. പക്ഷേ ദൈവത്തെ യാക്കോബിന്റെ പുത്രന്മാരെ ദൈവം ഒരു ജാതിയായിട്ടാണ് കണ്ടത്. लेकिन परमेश्वर ने याकूब के सारे पुत्रों को एक जाति के समान गिना है. ആമേൻ ഹല്ലേലൂയ. ഈ 2 ജാതികൾ ഒന്നാകുന്നതായ ഒരു സുദിനമുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ പ്രവചന ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. और इन दोनों जातियों को एक जाति बनने का एक शुभ दिन आएगी. उस भाग की ओर में जाना नहीं चाहता हूं. ഡിവിഷനെ ഒരു ജാതിയാക്കി ദൈവം ഹല്ലേലൂയ സ്വന്തം കണ്ടതാണ്. और इन 10 गोत्रों और 2 गोत्रों को एक बनाने का एक दिन है. അപ്പം 12 കല്ല് വെക്കുന്നതിന്റെ പിന്നിൽ ആത്മീയ മർമ്മമുണ്ട്. और इसलिए यहाँ पर जब एलिया नबी 12 पत्थर चुनता है उसके पीछे भी एक आत्मिक संदेश और दर्शन है. പോയവർ പോകട്ടെ എന്നല്ല പറയുന്നത്, 12 കല്ല്, ഒരേ ജാതി, ഒരമൻ, ഇസ്രായേൽ ജനം ഒന്ന് ഒറ്റക്കെട്ടായിട്ട് ഹല്ലേലൂയ 12 കല്ലുകൾ വെച്ചു. परमेश्वर ये नहीं कहता कि जो लोग बिछड़ कर चले गए उन्हें जाने दो, बल्कि 12 पत्थर यहाँ पर मौजूद रहने चाहिए, क्योंकि इस्राएल है कि इस्राएल के गोत्र एक है. ആമേൻ ഹല്ലേലൂയ. ഡിവിഷൻസ് മാറി. क्योंकि जहाँ पर जो भी भेदाव है वो सब हट ആമേൻ गया. സ്വന്തം ഭിന്നത മാറി. जो भी भिन्न हो गया था वो सब हट गया. ഐക്യതയെ കാണിക്കുന്ന 12 കല്ലുകൾ. और ये 12 पत्थर जो है वो एकता को दर्शाती है. ഒരേ ജനമെന്ന കാണിക്കുന്നതാണ് 12 കല്ലുകൾ. और ये 12 पत्थर ये दिखाते हैं कि एक देश एक लोग. സ്തോത്രം, ഹല്ലേലൂയ. 32-ാമത്തെ വാക്യത്തിൽ 32वीं कलम ആമേൻ ഹല്ലേലൂയ യാഗപീഠം പണിതു. वहां पर बलिवेदी का निर्माण होता ആമേൻ है. ഹല്ലേലൂയ. ഇവിടെ യാഗം അർപ്പിക്കുവാൻ തയ്യാറാണ്. और वहां पर बलि चढ़ाने के लिए तैयार है. പ്രൈസ് ദി ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. और रोमियो की पत्रिका 12वीं अध्याय उसकी पहली कलम. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക. और वहां पर इस प्रकार रोमियो की पत्री में लिखा है कि अपने शरीर को जीवन और प्रसन्नता पूर्वक बलि बनाओ.
32ാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ ഹല്ലേലൂയ യാഗപീഠം പണിതു. और 32वीं कलम में बलिवेदी की निर्माण होती है. സ്തോത്രം. 32ാമത്തെ വാക്യത്തിൽ തന്നെ ഒരു ട്രെഞ്ച് പണിതു. और 32वीं कलम में वहां पर एक ट्रेंच भी खुदाई करते हैं. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കാപട്യം ഇല്ല എന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈ ട്രെഞ്ച് പണിതത്. और ये ट्रेंच इसलिए बनाया या फिर ये खुदाई इसलिए कि ये दिखाने के लिए वहां पर कोई भी मालिन्यता या फिर मिलावट नहीं है. ആമേൻ. ഈ അതിന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അതിനൊരു ഈ തോടുണ്ടാക്കുന്നതിന് പിൻപിൽ ഒരു ആശയമുണ്ട്. और वहां पर खुदाई करने के पीछे भी एक दर्शन है. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കാപട്യമില്ല എന്ന് വെളിപ്പെടുത്താനായിട്ടാണ്. और वो दिखाता है कि वहां पर मालिन्यता नहीं है. കാരണം ഈ ഒരു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 23ാമത്തെ വാക്യത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആരും യാഗവസ്തുവിന്റെ യാഗമൃഗത്തിന്റെ അടിയിൽ വിറകിന്റെ കിടിയിൽ തീ വെക്കാൻ പാടില്ല. क्योंकि इस परमेश्वर की वाणी के पीछे एक ये है कि जो भी बलिवेदी के नीचे जो लकड़ी है वहां पर कोई भी आग ना जलाएगा. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാര്യം സ്പഷ്ടമായിട്ട് ക്ലിയർ ആയിരിക്കണം. क्योंकि जो भी परमेश्वर की आज्ञा है वो स्पष्ट तरीके से पेश करना चाहिए. തോടുണ്ടാക്കി. और वहां पर खुदाई की, गड्ढा खोदा. അടുത്തത് യാഗപീഠത്തിന്മേൽ വിറകുകൾ അടുക്കി വെച്ചു. और वहां पर बलिवेदी के ऊपर लकड़ियां बरसने लग गए. സ്തോത്രം. യാഗം അർപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്തോത്രം വലിയ കാര്യങ്ങൾ ക്രമത്തിലാക്കി കൊള്ളണം. और बलिवेदी पर तुम बलि चढ़ाने के पहले जो भी बातों को उचित तरीके से करना है उन सभी बातों में संपूर्णता लाना अनिवार्य है. പ്രാർത്ഥനയ്ക്ക് വിടുതൽ വേണമെങ്കിൽ കാര്യം ക്രമത്തിലാക്കി കൊള്ളണം. अगर प्रार्थना में छुटकारा चाहिए तो जो भी ठीक करना है उन्हें ठीक करो. ആമേൻ. ഹല്ലേലൂയ. എസെക്കിയാ രാജാവിനോട് പറഞ്ഞ പോലെ തന്നെ ഭവനത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചോണം. इसलिए एसेकिया राजा को भी परमेश्वर का वचन ये कहता है कि तेरे भवन में तुझे जो भी सही करना है उसको सही कर. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് പടഞ്ഞു വിടുകയാണ്. आप जब मेरी वचनों को भी सुन रहे हैं आप समझ जाओगे कि समय की सीमा है, इसके लिए मैं यहाँ पर काफी स्पीड എന്നാൽ में बातचीत कर എന്നെക്കാട്ടും रहा हूँ. കൂടുതൽ ജ്ഞാനമുള്ളതായ ദൈവമക്കളാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതുള്ളതായ നല്ല ബോധം എനിക്കുണ്ട്. और लेकिन मैं ये बात भी जानता हूँ कि मेरे से भी अच्छी तरीके से आप वचन समझते हो और आप वचन समझने वालों में से അതുകൊണ്ട് ഞാൻ हो. ഓടിച്ച് പറഞ്ഞാലും അത് നിങ്ങൾ വേഗത്തിൽ അത് പിടിച്ചെടുത്തോളുമെന്ന് എനിക്ക് അറിയാം. और इसलिए चाहे क्यों ना मैं अधिक रफ्तार में प्रचार करूं परंतु आप उन बातों को समझ पाओगे, इस बात का मुझे विश्वास है. യാഗമൃഗത്തെ ഏലിയാവ് കഷ്ണം കഷ്ണമായി നുറുക്കി. और बलिवेदी पर चढ़ाए जाने वाला उस बलि के बकरे को या फिर वो बलि के जानवर को एलिया टुकड़ों टुकड़ों में काटता है. തകർന്നും നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ ഹൃദയത്തെ നിരസിക്കുകയില്ലല്ലോ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. और भजन संगीता लिखने वाला कहता है कि टूटे हुए मन को तू तिरस्कार करने वाला में से नहीं है परमेश्वर. യാഗമൃഗത്തെ താൻ കഷ്ണം കഷ്ണമായി അറുത്തു. और वहां पर उस बलि के जानवर को छोटे टुकड़ों में काटता है. അതിനെല്ലാം ആമേൻ വിറകിന്റെ മേൽ ക്രമത്തിലാക്കി. और उसको उसने उस लकड़ी के ऊपर बिखेर दिया. ആമേൻ. ഹല്ലേലൂയ. സമർപ്പണമാണ് കാണുന്നത്. और ये बात समर्पण को दर्शाती है. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും കാര്യം പ്രൈസ് ദി ലോർഡ് ചെയ്തത് और इतने कामों को जो भी किया गया ഏലിയാവ് തന്നെയാണ് ചെയ്തത്. और ये सारी बातों को एलिया ने खुद किया. യാഗപീഠം നന്നാക്കിയത് ഏലിയാവ്. बलिवेदी का निर्माण एलिया ने भी नहीं किया. യാഗപീഠം പണിതത് ഏലിയാവ്. बलिवेदी का निर्माण एलिया ने भी नहीं किया. തോടുണ്ടാക്കിയത് ഏലിയാവ്. गड्ढे की खुदाई एलिया ने किया. വിറക് അടക്കി വെച്ചത് ഏലിയാവ്. लकड़ियां बिखेरना भी एलिया ने किया. കാളെ അറുത്തത് ഏലിയാവ്. बेल को काटना भी एलिया ने किया. കാളയുടെ ആമേൻ മാംസത്തെ വിറകിന്റെ മേൽ വെച്ചത് ഏലിയാവ്. और इस बलि के बेल को काटकर उसके टुकड़ों को लकड़ी के ऊपर बिखेरने वाला भी एलिया था. ഏലിയാവ് ചെയ്തത് ഏലിയാവ് ചെയ്തു. जिस बातों को एलिया को आज्ञा मिली थी वो सारी बातें उसने की. ഇതിന്റെ അകത്ത് കാപട്യമില്ല. और इसके अंदर कोई मालिन्यता नहीं है. സത്യസന്ധതയുണ്ട്. काफी संपूर्ण तरीके से उसमें सच्चाई थी. ട്രാൻസ്പെറൻസി വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. संपूर्ण तरीके से उसमें सच्चाई थी. സത്യസന്ധത വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. और सच्चाई को प्रकट होना अनिवार्य था. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ और अगर परमेश्वर का महिमा को प्रकट होना है तो ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. वहां पर सच्चाई होना अनिवार्य है. ക്ലിയർ ആയിരിക്കണം. वहां पर सब कुछ साफ होना चाहिए. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. Amen. പ്രൈസ് ദി ലോർഡ്. Amen. ഹല്ലേലൂയ. ഇപ്പോൾ ഏലിയാവ് ജനത്തോട് പറയുന്നത് और उसी समय एलिया अपने लोगों को कहता है നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുക. तुम लोग पानी उठाओ और फेंको. യാഗമൃഗത്തിന്റെ മേൽ വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? क्या कोई कहेगा कि बलि पर जो चढ़ाया गया वो बलिवेदी के ऊपर तुम पानी डालो? ദൈവമക്കളെ, പിശാചിന് അല്പം പോലും ഗ്യാപ്പ് കൊടുക്കാൻ ആമേൻ ഏലിയാവ് ആഗ്രഹിച്ചില്ല. और एलिया नबी ये नहीं चाहता था कि शैतान को एक छोटा सा भी मौका मिल നമ്മുടെ जाए. പ്രാർത്ഥന ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിശാചിന് അല്പം പോലും ഇടം കൊടുക്കാൻ ദൈവമക്കളെ നിങ്ങൾ അനുവദിക്കരുത്. और हमारा भी जिम्मेदारी ये है कि हमारे प्रार्थना जीवन में हम एक छोटा सा भी मौका शैतान को ना दे. മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചതായ ഒരു പിശാച് ഉണ്ടെന്ന് ഓർത്തുകൊള്ളണം യൂദയുടെ ലേഖനത്തിൽ. और इसलिए आपको ये बात को अच्छी तरीके से याद करना चाहिए कि मूसा के मृतदेह के लिए भी झगड़ा करने वाला एक शैतानिक आत्मा थी. പുരോഹിതനായ യോശുവയുടെ വസ്ത്രം ഹല്ലേലൂയ മയമാണെന്ന് പറഞ്ഞ്
വാദിക്കുന്നതായ പിശാച് ആമേൻ യഹോവയുടെ അടുത്തേക്ക് വന്നു. और याचक यहोशू के कपड़े में भी मालिनता इस प्रकार कहकर शैतान परमेश्वर के पास गया था, ഗ്യാപ്പ് അല്പം പോലും ഏലിയ വിട്ടുകൊടുക്കുവാൻ और इस ആഗ്രഹിച്ചില്ല. कारण के वजह से एलिया एक छोटा सा मौका भी वहां पर देना नहीं चाहता था, ജനത്തോട് പറഞ്ഞു, നിങ്ങളല്ലേ സാക്ഷികൾ, और उसने लोगों को कहा कि आप देखने वाले लोग गवाह हो, നിങ്ങൾക്കല്ലേ ബോധ്യമാകേണ്ടത്, और आपको ही विश्वास करना है यहोवा के बारे में, യഹോവയായ ദൈവം ആരാണെന്ന് നിങ്ങളല്ലേ അറിയേണ്ട ആവശ്യമുള്ളത്. और आप ही लोग चाहते हो कि यहोवा कौन है, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുക. और इसलिए आप लोग पानी उठाओ और फेंको, ആമേൻ, ഹല്ലേലൂയ. 3 ട്രിപ്പ് അടിച്ചു. സ്തോത്രം. और उस प्रकार 3 दफे पानी फेंकने लगे, തോട് വെള്ളം കൊണ്ട് നിറഞ്ഞു. और वहां पर पूरी पानी भर गई, സ്തോത്രം, ഹല്ലേലൂയ. Amen. സ്തോത്രം. Praise God. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് और अपनी सारी कर्तव्यों को पूरा कर कर ഒരു ചെറിയ പ്രാർത്ഥന, एक छोटी सी प्रार्थना एलिया करता है, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന. परमेश्वर को महिमा देते हुए प्रार्थना किया, സ്തോത്രം. നിന്റെ നാമം മഹത്വപ്പെടണം ദൈവം. और उसने यह कहा कि हे परमेश्वर तेरी नाम की महिमा हो, ദൈവമേ, ഈ ജനം മനസ്സിലാക്കി നീ സാക്ഷാൽ ദൈവമാണ്. हे परमेश्वर तेरे लोगों को समझना चाहिए कि तू ही वास्तविक तौर पर परमेश्वर है, അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമേ എന്ന് ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നാമത്തിൽ ഏലിയ വന്നു. और उसने पुकार लगा, इसलिए परमेश्वर तू मेरी प्रार्थना को सुन ले. പ്രൈസ് ദി ലോർഡ്. 38ാമത്തെ വാക്യത്തിൽ 38वीं कलम में ആമേൻ, യഹോവ പ്രാർത്ഥന കേട്ടു. यहोवा ने प्रार्थना सुन ली. സ്തോത്രം. ഈ രാത്രിയിൽ ദൈവസന്നാമത്തിലായിരിക്കുന്ന ദൈവമക്കളെ, आज रात को मेरी वचन को सुनने वाले प्रिय परमेश्वर के लोग, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി മാതൃകയായ ഒരുവനുണ്ട്. हमारे लिए मार्गदर्शन दिखाया हुआ एक व्यक्ति है, നമ്മുടെ കർത്താവായ യേശു. हमारा प्रिय यीशु मसीह. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. और लूका रचित सुसमाचार में इस प्रकार कहते हैं, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു he prayed earnestly. और यीशु मसीह ने सच्चे मन के साथ और डेडिकेशन के साथ प्रार्थना പ്രൈസ് किया. ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു യേശു കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു. और इब्रानियों की पत्रिका में यीशु मसीह ने इस प्रकार प्रार्थना की. ഈ രാത്രി സമയത്ത് ഹല്ലേലൂയ ആ ഭാഗത്തേക്ക് പോകുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. आज रात को उस कलमों में जाने के लिए समय नहीं, इसके लिए मैं यहाँ पर विराम लेना പ്രൈസ് ദി चाहूंगा. ലോർഡ്. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവജനം ആമേൻ, ഹല്ലേലൂയ, അരമുറക്കുക. और इन दिनों में मेरे को सुनने वाले प्रिय लोगों, आप प्रार्थना के लिए अपने आप को तैयार करो. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, സ്തോത്രം, സർവ്വായുധങ്ങളെ ധരിക്കണം. और इफिसियों की पत्रिका में लिखा है कि अपने सारे अस्त्र शस्त्रों को पहन लो. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആ ആയുധങ്ങളെല്ലാം അസ്ത്രങ്ങളെല്ലാം ധരിച്ചെങ്കിലും लेकिन चाहे आपने वो अस्त्र शस्त्रों को पहन क्यों ना लिया हो, അവസാനം ഒരു പദമുണ്ട്, अंत में एक बात वहां पर लिखा है, praying always with prayer and supplication. और वहां पर लिखा है कि हमेशा पुकार करो और प्रार्थना करो. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആമേൻ ആ ഭാഗം और അവസാനിപ്പിക്കുന്നത്. वो वचन का भाग इस प्रकार अंत होता है, ये कहकर कि प्रार्थना सदैव करते रहो. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ടെങ്കിലും ഹെൽമെറ്റ് ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വാള് കയ്യിലുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എല്ലാം നല്ലതാണ്, എല്ലാം ആവശ്യമാണ്. സ്തോത്രം. എന്നാൽ പ്രാർത്ഥന കൂടാതെ ഇതൊന്നും ഫലപ്രദമായി തീരുകയില്ല. इसलिए चाहे क्यों ना हमारे पास सारे अस्त्र शस्त्र हो, परंतु अगर प्रार्थना नहीं हो तो इनमें से कोई भी अस्त्र शस्त्र फलवंत नहीं होंगे. പകൽ മുഴുവനും ശുശ്രൂഷിച്ച് രാത്രിയാമങ്ങളിൽ മുകളിൽ പ്രാർത്ഥിക്കാൻ പോയ കർത്താവായ യേശു ക്രിസ്തു. और सारे दिन लोगों के बीच में सेवकाई करने के बाद रात को पहाड़ के ऊपर जाकर प्रार्थना करने वाला हमारा यीशु मसीह. യേശു കർത്താവ് ഐഹിക കാലത്ത് ഈ ലോകത്തിലായിരുന്ന സമയത്തുള്ളതായ പ്രാർത്ഥന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു. और यीशु मसीह की प्रार्थना किस प्रकार थी वो हम इब्रानियों की पत्रिका में पढ़ सकते ഈ हैं. രാത്രി സമയത്ത് എനിക്ക് ദൈവമക്കളെ എൻകറേജ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. और मैं आज शाम के समय में आपको उत्साहित करना चाहता हूं. ദൈവമക്കളെ പ്രാർത്ഥനയിൽ മടിപ്പുള്ളവരായി തീരരുത്. प्रार्थना में आप आलसीनता को ना दिखाएं. നിങ്ങൾ 24 മണിക്കൂർ മുട്ടന്മേലിൽ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. मैं ये नहीं कहता हूं कि आप 24 घंटे पूरा आप घुटने टेको. നിങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതായ സമയത്തും റൂമിൽ ഇരിക്കുന്നതായ സമയത്തും വാഹനം ഓടിക്കുന്നതായ സമയത്തും പ്രാർത്ഥന ശബ്ദം നിങ്ങളുടെ നാവിൽ ഉണ്ടായിരിക്കും. परंतु जब आप उठते हो, बैठते हो, गाड़ी चलाते हो, इधर उधर जाते हो, तब उस समय आपके होठों में प्रार्थना की ध्वनि गूंजनी चाहिए. ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടായിരിക്കണം. हमारे अंदर एक जुनून होना चाहिए ദൈവമേ, ഈ ജനം നീ സാക്ഷാൽ ദൈവമെന്ന് അറിയണം. कि परमेश्वर मेरे इर्द गिर्द जो भी लोग हैं उन्हें पहचानना चाहिए कि सच्चा परमेश्वर कौन है. Praise the Lord. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടണം. और परमेश्वर का महिमा हमारे जीवन के द्वारा दूसरों की ओर प्रकट होना है. Praise the Lord. Hallelujah. Amen. ലിയോണാർഡ് റാവൻഹിൽ എന്ന് പറയുന്ന ഈ ദൈവദാസൻ, और लियोनार्ड डाविनहिल करके एक परमेश्वर का दास, ലിയോണാർഡ് റാവൻഹിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ദൈവദാസൻ, लियोनार्ड रावनहिल नाम का एक परमेश्वर का दास था. അവൻ വൈ റിവൈവൽ ടാരീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. और उसने एक पत्रिका लिखी कि वाई रिवाइवल वॉलेस पेरिस, വൈ റിവൈവൽ ടാരീസ്, वाई रिवाइवल टैरिस, ഉണർവ് എന്തുകൊണ്ട് നീണ്ടുപോകുന്നു, और बेदारी में क्यों देरी आ रही है. അതിന്റെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് വെളിപ്പെടുത്തുന്നു. और वहां पर वो प्रार्थना की महत्वपूर्णता को प्रकट करता है. ഒരു വാക്യപ്രകാരം തന്നെ ആ പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. और वो अपने पुस्तक में एक बात कहता है इस प्रकार, A sinning man stops praying, एक पाप करने वाला मनुष्य प्रार्थना करना बंद कर देता but है, a praying man stops sinning.
परंतु एक प्रार्थना करने वाला मनुष्य पाप करना बंद कर देता है। A sinning man stops praying. पापी व्यक्ति प्रार्थना नहीं करेगा, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാൻ മടിക്കും. पाप करने वाला व्यक्ति प्रार्थना नहीं करेगा, എന്നാൽ പ്രാർത്ഥന മനുഷ്യൻ പാപത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കും. लेकिन प्रार्थना करने वाला व्यक्ति पाप से भागेगा। Praise the Lord. Amen. Hallelujah. Amen. അടുത്തൊരു പദം കൂടി ഇപ്രകാരം താൻ പറഞ്ഞിട്ടുണ്ട്. और वो एक और पद कहता है, We pay and the place is taken. हम पैसा देते हैं, हम खर्चा करते हैं और जगह चली जाती ഒരു है। ആരാധന സ്ഥലം മേടിക്കാനായിട്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരാധന സ്ഥലം കിട്ടും. हम अगर एक आराधना करने के लिए एक जगह के लिए हम खर्चा करेंगे तो हमें वो जगह तो मिल जाएगी। Praise the Lord. They prayed and the place was shaken. परंतु लेकिन उन लोगों ने प्रार्थना की और वो जगह हिलने लग गई। Praise the Lord. Hallelujah. Amen. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. जब वो लोगों ने प्रार्थना किया उस जगह पर एक भूकंप आने लग गया। Praise the Lord. ഇന്ന് രാത്രി സമയത്ത് കാശ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ സഭ ഉണ്ടാക്കാനായിട്ടല്ല, സ്വന്തമല്ല ദൈവമക്കളെ, ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ആമേൻ സ്ഥലം കുലുങ്ങണം. और इसलिए आज रात के समय में मेरे पास धन है और मैं धन के साथ कलीसिया खरीद सकता हूं, ये कहने की जगह हमें ये कहना कि मेरी प्रार्थना में इतनी सामर्थ्य है कि मैं जिस स्थान में वो जगह में हिलाव आ सकती है। ചില യാക്കോബ്മാര് ഗാന്ധിധാം IPC ചർച്ചിൽ എഴുന്നേൽക്കട്ടെ. और इसलिए कई प्रकार के याकूब गणों को आज गांधीधाम की कलीसियाओं में भी उठना है। ചില ഏലിയാവുമാര് IPC ആമേൻ ഹെബ്രോൻ IPC ആമേൻ ഗാന്ധിധാമിൽ എഴുന്നേൽക്കട്ടെ. IPC हेब्रोन गांधीधाम की कलीसिया के अंदर कुछ एलिया नबियों को उठना है। അല്ല, ഗാന്ധിധാമിലുള്ള സകല സഭകളിലും പ്രാർത്ഥന ഈ ദിവസങ്ങൾ ഉയരുവാൻ തക്കണം ഇടയാകുമാറാകട്ടെ. और आने वाले दिनों में गांधीधाम के सारी कलीसियाओं के अंदर प्रार्थना की आवाजें जोर से गूंज സാക്ഷാൽ उठने ദൈവം लगे ആരാണെന്ന് ലോകം അറിയട്ടെ. और लोग पहचानने लगे कि सच्चा परमेश्वर कौन है। അല്ല, അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഭോപ്പാലിലും അത് നടക്കട്ടെ. और इंडिया के सारे प्रांतों में इस बात को संपूर्ण होने पाए। ദൈവദാസന്മാരെ നിങ്ങൾ ധൈര്യമായിരിക്കും. परमेश्वर के लोगों और दासों आप धीरज रखें, നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. क्योंकि हम परमेश्वर के दास हैं നമ്മുടെ കോൺട്രാക്ട് സ്വർഗ്ഗത്തിലാണ്. और हमारा जो भी रिश्ता है वो परमेश्वर के साथ है और स्वर्ग के साथ है। ആമേൻ. ധൈര്യത്തോടുകൂടി ദൈവ മക്കൾ മുന്നേറാം. और इसलिए धीरज और हियाव के साथ परमेश्वर के लोगों എല്ലാ आप लोग आगे बढ़े, ധൈര്യമായി മുന്നേറാം. सभी लोग धीरज के साथ आगे बढ़े, നമ്മുടെ ഉടയവൻ ജീവിക്കുന്നു. क्योंकि हमारा परमेश्वर जिंदा है, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. हमारा उद्धारकर्ता जिंदा है സ്തോത്രം. ഹല്ലേലൂയ. Amen. അവൻ എത്രയും വേഗം വരും. और वो जल्द ही आने वाला है। Praise the Lord. Praise കർത്താവിന്റെ God. വേല തികയ്ക്കാം. और परमेश्वर का जो भी जिम्मेदारी है उसको हम पूरा करें, അല്പസമയം മാത്രമേ ഉള്ളൂ. क्योंकि हमारे पास कुछ समय बचा हुआ है തിടുക്കത്തിൽ കർത്താവിന്റെ വേല और इसके लिए हमें शीघ्र आगे बढ़ना है। ഉറങ്ങുവാനുള്ള സമയമല്ല. निद्रा लेने के लिए समय नहीं മയങ്ങുവാനുള്ള है, സമയമല്ല. निद्रा लेने के लिए समय नहीं है, നിരാശപ്പെടുവാനുള്ള സമയമല്ല. निराश होने के लिए समय नहीं എന്ത് है, സംഭവിക്കുമെന്ന് ഓർത്ത് വിചാരപ്പെടേണ്ട സമയമല്ല. और क्या आगने वाले दिनों में होगा इस प्रकार हम व्याकुल होने के लिए भी समय नहीं है, ഇപ്പോഴാണ് സുപ്രസാദ കാലം. बल्कि अभी इस पल ही आपका वर्तमान काल सबसे उचित समय है और आज का दिन आपका उद्धार का दिन है। Praise the Lord. എനിക്ക് സമയം അനുവദിച്ചു തന്ന അമേൻ ഗാന്ധിധാമിലുള്ളതായ ദൈവസഭ കർത്താവിന്റെ ദാസൻ വിശ്വാസികൾ ഹല്ലേലൂയ സ്വന്തം ദൈവസഭയിലുള്ളതായ ഗാന്ധിധാം ചർച്ചിലുള്ളതായ അമേൻ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും അമേൻ അലിയ വന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്ന കെസ്വിന് നന്ദി. പ്രൈസ് ലോർഡ്. എന്നെ ഇത്രയും സഹിഷ്ണുതയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കൾക്ക് നന്ദി. സമയം അല്പം മുൻപോട്ട് പോയി ക്ഷമിക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. समय थोड़ा सा आगे बढ़ चुका है, इसके लिए आपसे मैं माफी मांगना चाहता हूं। मुझे आमंत्रण दिया हुआ परमेश्वर के दास और गांधीधाम कलीसियाओं के सारे विश्वासी गणों को मैं प्रेमी सलाम देता हूं और अपना धन्यवाद कहना चाहता हूं।